നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പതിവുപോലെ നമ്മൾ വീണ്ടും ദൈവസന്നിധിയിൽ വന്നിരിക്കുകയാണ്. പുതിയൊരാഴ്ചയുടെ ഈ ആരംഭ ദിനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ കർത്താവ് സഹായിച്ചു. വിശേഷാൽ ഇന്നത്തെ ഒരു പ്രത്യേകത, വർഷത്തിൻ്റെ അവസാന മാസമാണ്. ഏതാണ്ട് അവസാനത്തെ ഒരു ഞായറാഴ്ചയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അടുത്ത ആഴ്ച സാധാരണ പതിവ് പോലെ അടുത്ത സൺഡേയിൽ നമ്മുടെ സൂം മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതല്ല. ഞാനും ഒരു യാത്രയിലാണ്. ഗുജറാത്തിലേക്ക് ഇന്ന് ഉച്ച കഴിഞ്ഞ് കേരളത്തിൽ നിന്ന് പോവുകയാണ്. ഞാൻ എൻ്റെ ഈ വർഷാവസാന നിമിഷങ്ങളെല്ലാം ഗുജറാത്തിലെ സഹോദരങ്ങളോട് കൂടെയാണ് ചെലവഴിക്കുന്നത്. അപ്പോൾ തന്നെ ന്യൂസിലാൻഡിലെ സഭയോടുള്ള ബന്ധത്തിൽ അവിടുത്തെ കൂട്ടായ്മയും ആരാധനാക്രമങ്ങളും അതിൻ്റെ സമയങ്ങളും ഒക്കെ വെച്ച് നമുക്ക് അടുത്ത സൺഡേയിൽ അങ്ങനെ ഒരുമിച്ച് കൂടാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് തുടക്കത്തിൽ തന്നെ ഞാൻ നടത്തുന്നത്. എനിവേ, ഈ വർഷാവസാനത്തിൻ്റെ ഈ സമയത്തേക്ക് എത്തുമ്പോൾ സാധാരണ പറയാറുള്ളതുപോലെ ഒരു കണക്കെടുപ്പ് അത്യാവശ്യമാണ്. ഒരു കണക്കെടുപ്പ്. കഴിഞ്ഞൊരു വർഷക്കാലം ദൈവം നമ്മെ നടത്തി. 2023 ആരംഭം മുതൽ 23 അവസാന സമയം വരെ 2023 നമ്മോട് കൂടെ തുടക്ക സമയത്തൊക്കെ ഉണ്ടായിരുന്ന പല വാത്സല്യ സഹോദരങ്ങൾ ഈ വർഷത്തിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ നമ്മോട് കൂടെ ഇല്ല. നമ്മുടെ ഓൺലൈൻ മീറ്റിങ്ങിൽ വന്ന് കൂട്ടായ്മ ആചരിച്ചുകൊണ്ടിരുന്ന പല പ്രിയപ്പെട്ടവർ ഈ ഭൂമിയിൽ നിന്ന് മൺമറഞ്ഞു പോയിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ 2023 സംഭവിച്ചിട്ടുണ്ട്. എങ്കിലും കർത്താവ് നമ്മെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം, ഞങ്ങൾ ഇന്ന് ഇവിടെ ഈ പാലക്കാടിൻ്റെ മണ്ണിൽ ചിന്തിച്ച ഒരു കാര്യമാണ്. വെട്ടുകുഴി വെച്ച് ചില കല്ലുകളുടെ കുറവ് തീർക്കാനുണ്ട്. അതിനുവേണ്ടി നമ്മെ കർത്താവ് വീണ്ടും ശേഷിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കൂട്ടായ്മയിൽ കടന്നു വന്ന ഒരു സഹോദരൻ സെബാസ്റ്റ്യൻ ജോസഫ്, നിങ്ങൾ അദ്ദേഹത്തെ ഓർക്കുന്നുണ്ടാകും. ഞാൻ അനൗൺസ് ചെയ്തിരുന്നു കഴിഞ്ഞ ആഴ്ച ഞാൻ കേരളത്തിലേക്ക് പോകുമ്പോൾ ആ സഹോദരൻ വിശ്വാസ സ്നാനത്തിന് വേണ്ടി സജ്ജമായിരിക്കുന്നു. ആ പ്രിയപ്പെട്ടവനെ സ്നാനപ്പെടുത്തേണ്ടതുണ്ട്. അത് അങ്ങ് ഇടുക്കി ജില്ലയിലെ അടിമാലി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ആ കാര്യങ്ങൾ നടന്നത്. അങ്ങനെ അവിടെ കടന്നുപോയി. പല വിശുദ്ധന്മാരോടുകൂടെ ഒരുമിച്ചാണ് അവിടെ കടന്നുപോയത്. അങ്ങനെ ആ പ്രിയപ്പെട്ടവൻ്റെ സ്നാനത്തിന് സാക്ഷ്യം വഹിക്കുവാൻ, ആ ശുശ്രൂഷ ചെയ്യുവാനൊക്കെ കർത്താവ് എന്നെയും സഹായിച്ചു. നമ്മളുടെ ഈ ഓൺലൈൻ മീറ്റിങ്ങുകളിൽ കടന്നു വരുന്ന പല സഹോദരങ്ങളുണ്ട്. വർഷങ്ങളായിട്ട് 2-3 വർഷം കഴിഞ്ഞു പോയല്ലോ, 3-3.5 വർഷം കഴിഞ്ഞു പോയി. അങ്ങനെ അവരുടെ പേരൊക്കെ വായിക്കുമെങ്കിലും അവരോടൊക്കെ ടെലിഫോണിൽ സംസാരിക്കുമെങ്കിലും പലരെയും മുഖതാവിൽ കണ്ടിട്ടില്ല. എന്നാൽ ഈ പറയപ്പെട്ട സമയത്ത് ഈ പറയപ്പെട്ട സ്ഥലത്ത് അവരൊക്കെ ഒരുമിച്ച് വരികയും അങ്ങനെ ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കുകയും അതായത് വർഷങ്ങളുടെ പരിചയം, പക്ഷേ മുഖതാവിൽ ഒരുമിച്ച് കാണുവാൻ അവസരം കിട്ടി. അങ്ങനെയൊക്കെയുള്ളൊരു സന്തോഷകരമായ ഒരു അനുഭവമാണ് വർഷത്തിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ. ന്യൂസിലാൻഡിലെ ന്യൂ ലൈഫ് ക്രിസ്ത്യൻ അസംബ്ലി എന്ന ഈ പ്രാദേശിക സഭയോടുള്ള ബന്ധത്തിൽ അതിലെ വിശുദ്ധന്മാരും ദൈവദാസന്മാരും അവരോട് ചേർന്ന് നിന്ന് പറയുമ്പോൾ എനിക്കൊരു സന്തോഷം എന്തെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഒരു ഓൺലൈൻ മീറ്റിംഗ് കണ്ടക്ട് ചെയ്ത് നാളുകളായിട്ട് നമ്മൾ സത്യവചനം പ്രസംഗിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ഉത്സാഹിച്ചുകൊണ്ടിരിക്കുന്നു. മഹാകൃപയാൽ പരിശുദ്ധാത്മാവിൽ നമ്മൾ അങ്ങനെ സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവരെന്ന് പത്രോസ് പറഞ്ഞതുപോലെ അതിന് വിഘ്നം വരാത്ത നിലയിൽ ആ നിലയിൽ തന്നെ സുവിശേഷം അറിയിച്ചു. ആ സഹോദരൻ പറഞ്ഞതുപോലെ നമ്മൾ ഈ സമാഗമന കൂടാരത്തിൻ്റെ പഠനത്തിലൂടെ മുന്നോട്ട് പോയപ്പോൾ അതിൻ്റെ ഏതാണ്ടൊരു തുടക്ക സമയത്ത് തന്നെ ഒത്തിരി മുന്നോട്ട് പോയില്ല. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയപ്പോൾ സമാഗമന കൂടാരത്തിന് ഒരേ ഒരു വാതിലാണല്ലോ. ആ വാതിൽ അത് സുവിശേഷത്തെ കാണിക്കുന്നു എന്ന വിഷയം വിശദീകരിച്ച കാലത്ത് അങ്ങനെ വാതിൽ തുറന്ന് യാഗപീഠത്തിൻ്റെ കാഴ്ചകളിലേക്ക് വന്നപ്പോൾ ആ സമയത്ത് താനും നമ്മോട് കൂടെ ഒരുമിച്ചുണ്ടായിരുന്നു. പിതാവ് തൻ്റെ ഏകജാതനായ പുത്രനെ തനിക്ക് വേണ്ടി അവിടെ കൈവിട്ടു എന്നുള്ള കാര്യം കേട്ട് ഹൃദയത്തിൽ കുത്തുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പാപബോധത്താൽ നിറയപ്പെട്ട് ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്തു എന്നൊക്കെയാണ് തൻ്റെ സാക്ഷ്യമായിട്ട് താൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആ നിലയിൽ വിശ്വാസ വഴിയിലേക്ക് കടന്നു വരികയും അങ്ങനെ വിശ്വാസ സ്നാനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയും ഇന്ന് ദൈവസഭയുടെ ഭാഗമായി ഇന്ന് അവിടെ അദ്ദേഹത്തെ അവിടുത്തെ ഒരു ലോക്കൽ ചർച്ചുമായിട്ടുള്ള ബന്ധത്തിലാണല്ലോ നിർത്തിയിരിക്കുന്നത്. എപ്പോഴും ഏതെങ്കിലും ഒരു ലോക്കൽ ചർച്ചുമായിട്ടുള്ള ബന്ധത്തിലാണ് വിശ്വാസ ജീവിതത്തിലേക്ക് വരുന്ന വിശുദ്ധന്മാർ നിൽക്കേണ്ടത്. തനിച്ച് നിൽക്കാൻ നമുക്ക് കഴിയില്ല. കാരണം ക്രിസ്തീയ കൂട്ടായ്മ എന്ന് പറയുന്നത് വളരെ ഗൗരവമായ ഒരു വിഷയമാണ്. ക്രിസ്തീയ കൂട്ടായ്മ അങ്ങനെ ആ കൂട്ടായ്മ ബന്ധത്തോടുള്ള ബന്ധത്തിൽ അദ്ദേഹം അവിടെ ആയിരിക്കുമ്പോൾ ഇന്ന് അവിടെ തിരുമേശയുടെ ശുശ്രൂഷയുണ്ട്. കഴിഞ്ഞ ദിവസം അതിനുള്ള സാവകാശമില്ലായിരുന്നു, സമയക്കുറവുകളായിരുന്നു. എനിക്ക് അവിടെ ദൈവവചനം പറയേണ്ടതുണ്ട്.
അതുപോലെ മറ്റ് പല കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അതിനൊത്തിരി സമയമെടുക്കുന്നതുകൊണ്ട് ഒരു ദിവസം കൂടെ പോയി ഇന്ന് തിരുമേശയ്ക്കുള്ള സാഹചര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ആ പ്രിയപ്പെട്ടവൻ തിരുമേശയിലേക്ക് ഇന്ന് പ്രവേശിക്കും. നമ്മൾ ഓരോരുത്തരും ഒന്ന് ഓർത്തു നോക്കി. ഈ വർഷാവസാനം ഞാൻ പറഞ്ഞു കണക്കെടുപ്പാന്ന്. കഴിഞ്ഞ ഏതോ കാലത്ത് നമ്മൾ വിശ്വാസത്തിൽ വന്നു. ചിലർ 10 വർഷം, ചിലർ 15 വർഷം, അങ്ങനെ ഒരു ചരിത്രമുണ്ട് നമുക്കെല്ലാം. ആ സമയത്ത് നമ്മൾ വിശ്വാസത്തിൽ വന്നു, സ്നാനപ്പെട്ടു. അങ്ങനെ ഏറ്റവും ആദ്യം വന്ന ഒരു കർത്തൃമേശയിൽ നമ്മൾ പങ്കെടുത്തത് ഇന്ന് ഒന്ന് ഓർത്തു നോക്കി. ആ പഴയ സമയം ഒന്ന് ഓർത്തു നോക്കി. ഞാൻ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാനത് ഓർക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഒരു പെന്തക്കോസ്റ്റ് ചർച്ചിൽ വന്നപ്പോൾ അവിടെ കർത്തൃമേശയുള്ള ഒരു സൺഡേയിലാണ് ഞാൻ വന്നത്. അവിടെ ഇരുന്ന് എല്ലാവരും ആ കർത്തൃമേശയിൽ പങ്കാളിത്തം വഹിച്ചു, ഞാനൊരുത്തനൊഴിച്ച്. കാരണം ഞാൻ അന്ന് സ്നാനപ്പെട്ടിട്ടുണ്ടായില്ല. അതുകൊണ്ട് എൻ്റെ ഉള്ളിൽ ആ അഭിവാഞ്ച വന്നു, എന്നെ രക്ഷിച്ച ആ കർത്താവിനോട് ചേരുവാൻ ഞാൻ അമാന്തിക്കേണ്ട കാര്യമില്ല. ഞാൻ സ്നാനപ്പെട്ട് വേഗം കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി തീർന്ന് വിശുദ്ധന്മാരോടുകൂടെ സംസർഗം, കൂട്ടായ്മ ആചരിക്കേണ്ടതുണ്ട് എന്ന ചിന്ത എന്നെ അന്ന് ഭരിച്ചു. അതുകൊണ്ട് ഞാൻ താമസിക്കാതെ പിന്നത്തതിൽ വിശ്വാസ സ്നാനത്തിന് ഇറങ്ങി തിരിച്ചു. അത് കഴിഞ്ഞ് വന്ന അടുത്ത ഏതോ ഒരു ദിവസങ്ങളിലാണ് അങ്ങനെ ആ തിരുമേശയുടെ ശുശ്രൂഷ അവിടെ ആ ലോക്കൽ ചർച്ചിൽ ഉണ്ടായത്. അപ്പോൾ അതിലേക്ക് കരം നീട്ടിയ സമയത്ത് ആദ്യമായിട്ടാണെന്ന് ഓർക്കണം. അവിടെ പള്ളിയിലൊക്കെ പോയി മുട്ടുകുത്തി നിൽക്കുമ്പോൾ അവിടെ ആ കുർബാന ഇങ്ങനെ നമ്മുടെ വായിൽ വെച്ച് തരും. പിന്നെ ആ വീഞ്ഞും നമ്മുടെ വായിൽ ഒഴിച്ചു തരും. അങ്ങനെ കുർബാനയിൽ പങ്കെടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും തോന്നാറൊന്നുമില്ല. അതൊരു മതപരമായ ചടങ്ങെന്നുള്ള നിലയിൽ ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു ചെറിയ നിർവൃതി അടഞ്ഞ് അങ്ങനെ വീട്ടിൽ തിരിച്ചു പോകാറേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ ഈ പറയപ്പെട്ട ദിവസം ആദ്യമായിട്ട് തിരുമേശയിലേക്ക് കരം നീട്ടുന്ന സമയം ആ ശുശ്രൂഷകൻ അപ്പവീഞ്ഞുകൾ എടുത്ത് സ്തോത്രം ചെയ്യുന്ന സമയമുണ്ട്. ആ അപ്പം എടുത്ത് സ്തോത്രം ചെയ്ത്, അതായത് പിതാവായ ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ച് ആ അപ്പം നുറുക്കി ആ പാത്രത്തിലേക്ക് തന്നെ തിരിച്ചു വെക്കുകയാണ്. അതായത് ആ ശുശ്രൂഷകൻ ആ അപ്പം കരത്തിലെടുക്കുമ്പോൾ താനെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് അപ്പം കരത്തിലെടുക്കുമ്പോൾ പറയുന്നത് എന്താ? യേശുക്രിസ്തു ജഡം ധരിച്ചു. അതായത് ആത്മാവായ ദൈവം വേഷാൽ മനുഷ്യനായി മനുഷ്യവേഷത്തിൽ ഈ ഭൂമിയിലേക്ക് വന്ന് നമുക്ക് വേണ്ടി അവൻ തകർക്കപ്പെടുകയാണ്. അവൻ നമുക്ക് വേണ്ടി തകർക്കപ്പെടുകയാണ്, ഉടയ്ക്കപ്പെടുകയാണ്. അതിൻ്റെ സ്മരണയാണ് ഈ അപ്പം എടുത്ത് നുറുക്കുന്ന ആ നിമിഷം നമ്മുടെ ഉള്ളിൽ വരുന്നത്. അതായത് ഞാൻ ആദ്യമായിട്ട് തിരുമേശയെ പങ്കെടുക്കുന്ന കാര്യമാണ് കേട്ടോ പറഞ്ഞത്. 50-100 വർഷം പെന്തിക്കോസിൽ ഇരുന്നു കൊണ്ട് കർത്തൃമേശയിലേക്ക് ഒരു ലാഘവത്വം ഇല്ലാതെ കടന്നു പോകുന്ന ആ അനുഭവങ്ങളിൽ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മേലാൽ കേൾക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. വളരെ നിഷ്കളങ്കതയോടും ഭയഭക്തി നിമിത്തവും ദൈവസന്നിധി കടന്നു വന്ന ആ ദിവസം ഞാൻ ഓർക്കുകയാണ്. ആ സെയിം ദിവസം പോലെ തന്നെയാണ് ഇന്ന് കർത്തൃമേശ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് എങ്ങനെ കടന്നു വന്നോ അങ്ങനെ തന്നെയാണ് ഇന്നും വരുന്നത്. അല്ലാതെ ഇന്ന് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഏറ്റവും ആദ്യത്തെ കർത്തൃമേശയിൽ എങ്ങനെ കടന്നു വന്നോ ആ മനോനിലയിൽ ഇന്നും കർത്തൃമേശയിലേക്ക് വരുവാനായിട്ട് ദൈവം പ്രാഗൽഭ്യം തന്നിട്ടുണ്ട്. തികച്ചും കുറ്റമറ്റ മനസാക്ഷിയിലാണ് അന്ന് കർത്തൃമേശയിലേക്ക് വന്നത്. പക്ഷേ ഇന്ന് മറ്റൊരു ചോദ്യം വരും. ഈ ദീർഘവർഷങ്ങൾ ദൈവദാസനെ അല്ലെങ്കിൽ സഹോദര, താങ്കളുടെ സഞ്ചാരത്തിൽ അനേക കൊടുക്കൽ വാങ്ങലുകളില്ലേ? അനേകരുമായിട്ടുള്ള ബന്ധങ്ങൾ, അതിലെ ഉലച്ചിലുകൾ, അങ്ങനെ പല കാര്യങ്ങളും ഇല്ലേ എന്നൊരു ചോദ്യം വരാം. അനേകരുമായിട്ട് നമുക്ക് അകലേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. ആ സാഹചര്യങ്ങളെയൊക്കെ ഞാൻ ആരാഞ്ഞു നോക്കാറുണ്ട്. മനഃപൂർവ്വമായി ഈ ആളോട് അകന്നിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഒരിക്കലും നമ്മൾ അകന്നിട്ടില്ല. നമ്മൾ പ്രസംഗിക്കുന്ന ആ പ്രസംഗത്തിൻ്റെ രീതി, നമ്മൾ ഉപദേശിക്കുന്ന ഉപദേശത്തിൻ്റെ ആ ഗാംഭീര്യത നിമിത്തം അത് ഉൾക്കൊള്ളാൻ കഴിയാതെ പലരും നമ്മളെ വിട്ടുപോയിട്ടുള്ളവരോടൊക്കെ നമുക്ക് സ്നേഹം തന്നെയാണ്. അവർ എവിടെ വെച്ച് കണ്ടാലും പുഞ്ചിരിക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ല. അവർ സുഖമാണോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായും നമ്മളതിന് മറുപടിയൊക്കെ പറയും. പക്ഷേ ഉപദേശ പെശകളിലേക്കൊക്കെ കടന്നു പോയിരിക്കുന്ന ആളുകളോട് പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കും എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് അവരോട് യോജിപ്പില്ല സഹോദരങ്ങളെ, യോജിപ്പില്ല. ഇണയല്ല പിണ കൂടരെന്നുള്ള വചനം നമ്മൾ പാലിച്ചു മുന്നോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ഈ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുതെന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ, അതായത് മനുഷ്യരെ സ്നേഹിക്കരുതെന്നല്ല, ഈ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുതെന്ന് പറയുമ്പോൾ, അങ്ങനെ ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഒരുവൻ പോയി കഴിഞ്ഞാൽ
ഉദാഹരണം ദേമാസിനെതിരെ നോട്ടീസ് അച്ചടിക്കാനൊന്നും പൗലോസ് പോയില്ല. അതായത് സത്യമാർഗം വിട്ട്, യഥാർത്ഥ ഉപദേശം വിട്ട് ദേമാസ് അങ്ങനെ പോയപ്പോൾ ദേമാസുമായിട്ട് കഴിഞ്ഞ നാളുകളിലുള്ള ഒരു സഹകരണം ഇനി സഹകരിക്കാനായിട്ട് പൗലോസിന് ബുദ്ധിമുട്ടുണ്ട്, അത്രമാത്രം. അല്ലാതെ ദേമാസിനോട് വൈരാഗ്യമൊന്നുമില്ലല്ലോ, അങ്ങനെ ആരോടും വൈരാഗ്യമൊന്നുമില്ല. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഏറ്റവും ആദ്യത്തെ ആ കർത്തൃമേശ നിമിഷങ്ങൾ, അതിൽ നിന്ന് വളരെ വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഒരു കർത്തൃമേശയിലേക്ക് കൈനീട്ടുകയാണെങ്കിൽ മനോനില എന്ന് പറയുന്ന അങ്ങനെ തന്നെയായിരിക്കും. കുറ്റമറ്റ മനസാക്ഷിയോടെ വരണമെന്നാണ് എപ്പോഴും ആഗ്രഹം. അപ്പോൾ കുറ്റമറ്റ മനസാക്ഷിയോടെ വരുവാൻ ഇന്നും ശുദ്ധീകരണത്തിന് യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മെ സഹായിക്കും. നമുക്ക് ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കാവുന്നതാണല്ലോ. കർത്താവേ, ഇന്ന കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളെ ക്രമീകരിക്കുവാൻ ബലം നൽകണമേ, ശുദ്ധീകരിക്കണമേ, നിന്റെ ആത്മാവിനാൽ ശുദ്ധീകരിക്കണമേ, നിന്റെ വചനത്താൽ ശുദ്ധീകരിക്കണമേ. അങ്ങനെ വിവിധ നിലകളിലുള്ള ശുദ്ധീകരണങ്ങളാൽ നമുക്ക് ശുദ്ധീകരണം പ്രാപിച്ച് മനുഷ്യരോട് ക്രമീകരിക്കേണ്ട മേഖലകൾ അങ്ങനെ ക്രമീകരിക്കണം. അങ്ങനെ ക്രമീകരിച്ച് ഇന്നും അതേ ആനന്ദത്തോടെ, അതേ സന്തോഷത്തോടെ, അതേ നിലയിൽ തന്നെ ആ കൂട്ടായ്മയിലേക്ക് നമുക്ക് ഇന്നും കരം നീട്ടാൻ കഴിയും. പക്ഷെ ഞാൻ ഒത്തിരി ആളുകളെ പരിചയപ്പെട്ടിട്ടുണ്ട്, ഒത്തിരി ആളുകളെ യാന്ത്രികമായി തിരുമേശയിലേക്ക് കടന്നു വരുന്ന ആളുകൾ. അവരാ തിരുമേശയുടെ നിമിഷങ്ങൾ അതിൽ ആനന്ദിക്കുന്നില്ല. അതിൽ ഒരു ഹൃദയത്തകർച്ചയോടുകൂടി കർത്താവ് തന്നെ രക്ഷിച്ചതും നടത്തുന്നതുമായ വിധങ്ങളെ ഓർത്ത് ആ ഒരു സന്തോഷത്തിലേക്ക് പലരും വരുന്നില്ലാത്തൊരു കാലമാണ്. എനിവേ, ഞാൻ പ്രിയ സഹോദരൻ സെബാസ്റ്റ്യൻ ജോസഫ് കഴിഞ്ഞ ദിവസം സ്നാനപ്പെട്ടു. താൻ ഇന്ന് കൂട്ടായ്മ ആചരിച്ചു, വിശുദ്ധന്മാരോടുകൂടെ സഭായോഗത്തിൽ പങ്കെടുത്തു, അവിടെ തിരുമേശയുടെ ഭാഗമായി. അദ്ദേഹം ഇപ്പോൾ നമ്മോട് കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൂടി ഒന്ന് എത്തി നോക്കിയായിരുന്നു. നമ്മുടെ ജീവിതത്തിലേക്കും സഹോദരങ്ങളെ എപ്പോഴും കുറ്റമറ്റ മനസാക്ഷിയോടുകൂടെ പരമാർത്ഥ ഹൃദയത്തോടുകൂടെ വിശുദ്ധന്മാരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കാരണം എന്താ? എപ്പോഴാണോ നമ്മെ തിരിച്ചു വിളിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു പുതിയ നിയമ ശുശ്രൂഷകനെ സംബന്ധിച്ച് ആ ശുശ്രൂഷകൻ തൻ്റെ വിശ്വാസികളെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുക എന്നാണ് പൊതുവെ പറയുന്നത്. ഞാൻ സാധാരണ പറയാറുണ്ട്, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുകയല്ല, അവനെ മരണത്തിന് വേണ്ടി ഒരുക്കുക. എപ്പോഴാണോ തിരിച്ചു വിളിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ എപ്പോൾ വിളിച്ചാലും പോകാൻ പാകത്തിന് സജ്ജമായിരിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ കാഹളം ധനിച്ചോട്ടെ. ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ കർത്താവുമായിട്ടല്ലേ ചേരാൻ പോകുന്നത്. അപ്പം കാഹളം എന്ന് ധ്വനിക്കുന്നു നമുക്കറിയില്ല. പക്ഷെ ഇത് സുനിശ്ചിതമായൊരു കാര്യമാണ്. വചനം പറയുന്നു 70 ഏറിയാൽ 80. മനുഷ്യൻ തിരികെ പോകേണ്ടവനാണ്. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്നുള്ളൊരു സ്വരം കേൾക്കും. അപ്പോൾ നമ്മെ തിരിച്ചു വിളിക്കുന്നൊരു സമയമുണ്ട്. അതുകൊണ്ട് ശുശ്രൂഷകന്മാർ എപ്പോഴും അവരുടെ വിശ്വാസികളെ കുറ്റമറ്റ മനസാക്ഷിയുടെ ഉടമകളാക്കണം. പിന്നെയോ അവർ പരമാർത്ഥ ഹൃദയത്തിനുടമകളായിരിക്കണം. അത് എല്ലായ്പ്പോഴും അങ്ങനെ ആയിരിക്കണം. അതിനായി നമ്മെ സഹായിക്കുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. അതിനായി നമ്മെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നടത്തും. ദൈവവചനത്താലും തൻ്റെ ആത്മാവിനാലും നമ്മെ ഈ പറയപ്പെട്ട നിലകളിലേക്ക് ഒരുക്കിക്കൊണ്ടുവരും. ഇനി അത് പോട്ടെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ ആരാധന ജീവിതം ഉണ്ടല്ലോ. സഭായോഗത്തിൽ മാത്രമല്ലല്ലോ ആരാധന, എപ്പോഴും ആരാധനയുണ്ടല്ലോ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആരാധനയുടെ അനുഭവങ്ങളുണ്ട്. അപ്പോൾ ആ ആരാധനയുടെ അനുഭവങ്ങളിലേക്ക് വരണമെങ്കിൽ നിർബന്ധമായി ഈ 2 കാര്യം ഫുൾഫിൽ ചെയ്യണം. പരമാർത്ഥ ഹൃദയത്തോടെ അല്ലാതെ ആരാധിക്കാൻ കഴിയില്ല. നിർമ്മല മനസാക്ഷിയോടെ അല്ലാതെ പൂർവന്മാരുടെ സമ്പ്രദായം അനുസരിച്ച് ആരാധിക്കാൻ കഴിയില്ല. അത് തിമത്തിയോസിനും അവൻ്റെ അമ്മയ്ക്കും വല്യമ്മയ്ക്കും അറിയാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവരാ നിലയിലാണ് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നത്. അങ്ങനെയെങ്കിൽ ഈ തിരുവഴുത്തൊക്കെ ഇത്ര സ്പഷ്ടമായിട്ട് എഴുതി കിട്ടി, അതിൻ്റെ ഉള്ളടക്കങ്ങളൊക്കെ കിട്ടിയ നാമും ആ നിലയിൽ എപ്പോഴും സജ്ജമായിരിക്കണം. ഭയപ്പെടേണ്ട കാര്യമില്ലെന്ന് ഈ പറയുന്നത്. ഞാൻ അതിന് മുമ്പ് 2 മിനിറ്റ് മുമ്പ് ഒരു കാര്യം പറഞ്ഞല്ലോ, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുക, അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിന് വേണ്ടി ഒരുക്കുക എന്ന്. ആ മറ്റൊരു കാര്യം കേൾക്കുമ്പോൾ പേടിച്ചൊന്നും പോകണ്ട. അത് എപ്പോഴാണെങ്കിലും സംഭവിക്കേണ്ട കാര്യമാണ്. എന്തിനാ പേടിക്കുന്നത്? നമ്മൾ നമ്മുടെ ഭവനത്തിലേക്കല്ലേ പോകുന്നത്. അപ്പോൾ ആ നിലയിൽ എല്ലാത്തിനും വെല്ലുവിളിക്കുന്ന നിലയിലേക്ക് വിശുദ്ധന്മാർ വരണം. വർഷാവസാനം കണക്കെടുക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതാണ് മരണത്തെ വെല്ലുവിളിക്കുന്ന, പാപത്തെയും സാത്താന്യ ലോകത്തെയും ഒക്കെ വെല്ലുവിളിക്കുന്ന ഒരു കൂട്ടം, ഒരു നിര എഴുന്നേറ്റ് വരണം. ഒരു നിര, അങ്ങനെ ഒരു നിര. ഈ തൊട്ടാവാടി ഉണ്ടല്ലോ, തൊട്ടാവാടി പെന്തിക്കോസ് ലോകത്ത് ഒത്തിരിയുണ്ട്. അങ്ങനെ തൊട്ടാവാടികളെയല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. യാക്കോബ് പറഞ്ഞതുപോലെ സാത്താനോട് എതിർത്ത് നിൽപ്പീൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും.
അപ്പോൾ സാത്താനോട് എതിർത്ത് നിൽക്കണം. സാത്താനോട് എതിർത്ത് നിൽക്കണമെങ്കിൽ ആത്മാവിൽ ബലം വേണം, കരുത്തു വേണം. തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മൾ മതിൽ പണിയിൽ ഏർപ്പെട്ടിരുന്നു. കഴിഞ്ഞ വർഷം, അതായത് 2022 നമ്മൾ സമാഗമന കൂടാരത്തിൻ്റെ പഠനത്തിൽ തന്നെയായിരുന്നു. ആ സമയത്ത് കൂടാരം പല ദിക്കിലും ഇങ്ങനെ മാറ്റി മാറ്റി അടിച്ചിരുന്നൊരു കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലേ? 2022 നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് സമാഗമന കൂടാരം സഞ്ചാരത്തിലായിരുന്നല്ലോ. സഞ്ചാരം തീർന്ന് അവർ വാഗ്ദത്ത ഭൂമിയിലെത്തി. അങ്ങനെ വാഗ്ദത്ത ഭൂമിയിലെത്തി കൂടാരം ഗിൽഗാലിലടിച്ചു, പിന്നെ ഷീലോവിൽ, അവിടെ നിന്ന് നോബിൽ, അവിടെ നിന്ന് ഗിബയിൽ, അങ്ങനെ കൂടാരം മാറ്റി മാറ്റി അടിച്ച കാര്യങ്ങൾ ചിന്തിച്ചിരുന്നൊരു കാലമാണത്. അതിനിടയിൽ ഷീലോവ് എന്ന് പറയുന്ന ടെമ്പിൾ സിറ്റി ഏറ്റവും കൂടുതൽ കാലം കൂടാരം ഇരുന്ന സ്ഥലമാണ്. അവിടെ വെച്ച് ഫെലിസ്ത്യര്, അതായത് ഇന്നത്തെ ഹമാസിൻ്റെ വല്യപ്പന്മാർ, നമ്മുടെ മോഡേൺ ഹമാസിൻ്റെ വല്യപ്പന്മാർ, അവർ വന്ന് ഇസ്രായേലിനെ ആക്രമിച്ച് പിന്നെ ഇസ്രായേലിനെ പരാജയപ്പെടുത്തി. വലിയ സംഹാരങ്ങളുണ്ടായി ആ സമയത്ത്. അത് മാത്രമല്ല, ആ സമയത്ത് പെട്ടകം പിടിക്കപ്പെട്ടു. കൂടാരമൊക്കെ ആയിട്ട് ഇവർ അതിലേക്ക് ഓടി, അത്ര തന്നെ. അങ്ങനെ പെട്ടകം പിന്നത്തേതിൽ ഫെലിസ്ത്യരും മടക്കി കൊണ്ടുവന്നതും അതിൻ്റെ സഞ്ചാരപാതയൊക്കെ നമ്മൾ നോക്കിയവരാണ്. മടങ്ങി വന്ന വരവ് അമ്മീനാദാവിൻ്റെ വീട്ടിലേക്ക്, പിന്നീട് ഓബേദേദോമിൻ്റെ വീട്ടിലേക്ക്. ഒടുക്കം പെട്ടകം യെരുശലേമിൽ ദാവീദ് സജ്ജമാക്കി വെച്ച ആ കൂടാരത്തിൽ നിന്ന് തൻ്റെ മകൻ, അതായത് ഒരു ടെമ്പററി കൂടാരം, ആ കൂടാരത്തിൽ നിന്ന് തൻ്റെ മകൻ ശലോമോൻ തൻ്റെ കയ്യാൽ പണിയപ്പെട്ട യെരുശലേമിലെ ആ മഹാനിർമ്മിതിയിലേക്ക്, ആ മനോഹരമായ ആലയത്തിലേക്ക്, ആ പെർമനന്റ് സ്ട്രക്ചറിലേക്ക്, അതിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് അഥവാ അന്തർമന്ദിരത്തിലേക്ക് പെട്ടകത്തെ കൊണ്ടുപോകുന്ന കാഴ്ചയൊക്കെ 2022 നമ്മൾ കണ്ടതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിങ്ങനെ മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ചില പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ യെരുശലേം ദൈവാലയത്തിൻ്റെ ചുറ്റും ഒന്ന് ചുറ്റി സഞ്ചരിച്ചു. അതായത് നെഹമ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ വന്നു. നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് ചില കാര്യങ്ങൾ അതിനു മുമ്പേ നമ്മൾ ധ്യാനിച്ചു. അപ്പോൾ അതിലൊരു ഉത്സാഹം വന്നതുകൊണ്ടാണ് നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നുകൊണ്ട് യെരുശലേം ദൈവാലയത്തിൻ്റെ ചുറ്റുമതിൽ എന്നൊരു വിഷയത്തിലേക്ക് ശ്രദ്ധ തിരിഞ്ഞത്. അങ്ങനെ ആ ചുറ്റുമതിലിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആ മതിലിന് 12 വാതിലുകളുണ്ട്. ആ 12 വാതിലുകളിൽ ഏതാണ്ട് ഒരു പാതിക്ക് മേലെ, ഏതാണ്ട് പകുതിയിലധികം വാതിലുകളെ കുറിച്ച് നമ്മളിപ്പോൾ ചിന്തിച്ചു കഴിഞ്ഞു. അതിനിടയിലാണ് ഓർക്കാപ്പുറത്ത് ചില മിസൈലുകൾ വന്ന് ഇസ്രായേലിൻ്റെ മുതുകത്ത് വീണത്. പറയപ്പെട്ട ഹമാസ് അത് തൊടുത്തുവിട്ടപ്പോൾ വിശുദ്ധന്മാരായ നമുക്ക് അങ്ങനെ ഒന്നും ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ആ സമയത്ത് സാറ്റർഡേ, സൺഡേ, മറ്റ് മീറ്റിങ്ങുകൾ, എല്ലാ മീറ്റിങ്ങുകളിലൂടെ, അതിനിടയ്ക്ക് സ്പെഷ്യൽ മീറ്റിങ്ങുകൾ ഒക്കെ വെച്ച് പല കാര്യങ്ങളെയും തെളിയിക്കേണ്ടി വന്നു. നമുക്ക് പല കാര്യങ്ങളെയും പറയേണ്ടി വന്നു. ഇസ്രായേൽ എന്ന് പറയുന്ന ആ ജനവർഗത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പല കാര്യങ്ങളും ചിന്തിക്കാനായിട്ടിടയായി, തിരുവെഴുത്തുകളെ തുറക്കുവാൻ. അങ്ങനെ കുറേ ദിവസങ്ങൾ നമ്മൾ ഇസ്രായേലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു പോയി. അതുകൊണ്ട് മതിലിലെ വാതിലുകളെ കുറിച്ചുള്ളത് പെൻഡിങ്ങിലായിപ്പോയി. ആദ്യത്തെ വാതിൽ നമ്മൾ കണ്ടത് ആട്ടിൻ വാതിലാണ്. ആട്ടിൻ വാതിൽ എന്താ കാണിക്കുന്നത്? നമുക്ക് വേണ്ടി ഒരു ദൈവകുഞ്ഞാട് അറുക്കപ്പെട്ടു. അങ്ങനെ കാൽവറിയിലെ ബലിപീഠത്തിൽ ആ ദൈവകുഞ്ഞാട് പരമയാഗമായി തീർന്ന നിമിത്തം നമുക്ക് ലഭിക്കപ്പെട്ട രക്ഷ, ഏറ്റവും ആദ്യത്തെ വാതിൽ രക്ഷയെ കാണിക്കുന്നു. അപ്പോൾ രക്ഷ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി കാര്യങ്ങൾ. തൊട്ടടുത്തുള്ള വാതിൽ മീൻവാതിൽ, ഒരു റിവിഷൻ പോലെയാണ് ഞാൻ പറയുന്നത്. തൊട്ടടുത്ത വാതിൽ മീൻവാതിൽ, കർത്താവിൻ്റെ, അതായത് തൊട്ടടുത്ത വാതിൽ മീൻവാതിൽ എന്ന് പറയുമ്പോൾ, തൊട്ടടുത്ത വാതിൽ മീൻവാതിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം രക്ഷാനിർണയം പ്രാപിച്ചു വന്നവരെല്ലാം കർത്താവിൻ്റെ സാക്ഷികളാകണം. ആ വേലയിൽ സുവിശേഷ ഘോഷണത്തിൽ എല്ലാവരും ഉത്സുകരായിരിക്കണം. വിശേഷിച്ച് അതിന് തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ട്, അത് നമുക്കറിയാം. ആ തിരഞ്ഞെടുക്കപ്പെട്ടവർ കൂടുതൽ ഉത്സാഹികളായി മാറേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് അങ്ങനെ ഓരോരോ വാതിലുകളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് നമ്മൾ ഏതൊരു വാതിൽ ഒടുക്കം പറഞ്ഞു നിർത്തിയത് എവിടെയാണെന്ന് ഞാൻ അത്ര സൂക്ഷ്മം ഓർക്കുന്നില്ല. അങ്ങനെ ചില വാതിലുകളെ കുറിച്ചൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് വരികയായിരുന്നു. അതിനിടയിലാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ ഇസ്രായേലിൽ മിസൈലുകൾ വീണെന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിൻ്റെ നടുവിൽ ഇങ്ങനെ തുരുതുരാ മിസൈലുകളൊക്കെ വീഴുന്നു. അതൊക്കെ കണ്ടപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് പറയേണ്ടി വന്നു. കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായിട്ട് ഈ പ്രവാചകന്മാരും പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ അവരുടെ ഗുമ്മിന് വേണ്ടിയുള്ള പ്രവചനങ്ങളും ഇത്യാദി കാര്യങ്ങളൊക്കെ നമ്മൾ പറയുകയും അത്തരം പ്രവചനങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങളും, പിന്നെ പുതിയ നിയമസഭയിലെ പ്രവചനത്തിൻ്റെ സ്വഭാവം, പിന്നെ പ്രവാചകികൾ എന്നുള്ള പേരെടുത്ത് നടക്കുന്ന ആളുകളെക്കുറിച്ചും ഒക്കെ നമ്മൾ അന്വേഷണത്തിലായിരുന്നു. അങ്ങനെ അന്വേഷിച്ച് ചില കാര്യങ്ങളൊക്കെ കണ്ടെത്തി ആ മെസ്സേജുകളൊക്കെ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അത് ധാരാളം പേര് കേട്ടിട്ടുണ്ട്.
അതിൽ പലർക്കും യോജിപ്പും വിയോജിപ്പും ഒക്കെ കാണാം, നമുക്കറിയില്ല അതൊക്കെ എല്ലാം എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോൾ അതിൽ ചില വിയോജനക്കുറിപ്പുകളൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടൊരു വിശദീകരണമൊക്കെ കഴിഞ്ഞ ആഴ്ച ഞാൻ പറയാനിടയായി. അതായത് 84-ാം സങ്കീർത്തനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു. നേരോടെ നടക്കുന്നവർക്കൊരു നന്മയ്ക്കും മുടക്കം വരില്ലെന്നൊക്കെയുള്ള കാര്യം, അതൊക്കെ തെറ്റായി വ്യാഖ്യാനിക്കുന്നു, അതിൻ്റെ ഒരു ശരിയായ വിശകലനം ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു പോയപ്പോൾ ചില സഹോദരങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഒരു സമഗ്രമായ വിശദീകരണത്തിലേക്ക് കഴിഞ്ഞ ആഴ്ച കടന്നു പോകാനായിട്ടൊരു പരിശ്രമം നടത്തി. അപ്പം നേരോടെ നടക്കുന്നവർക്ക് നന്മയ്ക്ക് മുടക്കം വരില്ല എന്ന കാര്യത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ വാത്സല്യ സഹോദരൻ സെബാസ്റ്റ്യൻ ജോസഫ് കഴിഞ്ഞ ദിവസം സ്നാനത്തിലേക്ക് പോയെന്ന് പറഞ്ഞല്ലോ. ആ സ്നാനത്തിലേക്ക് പോയ സമയത്ത് തന്നെയും മറ്റ് സഹോദരങ്ങളെയൊക്കെ ഇരുത്തിക്കൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു. ആ കാര്യങ്ങൾ ഇവിടെയും ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ് ഇനിയും പലരും കേൾക്കാൻ പാകത്തിന്. അതായത് കർത്താവ് നമ്മെ രക്ഷിച്ച ആ വിധങ്ങൾ ഓർക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഓർക്കുമ്പോൾ, ഭയാനകമായ ന്യായവിധിയിൽ നമ്മെ വിടുവിച്ചത് ഓർക്കുമ്പോൾ, 86-ാം സങ്കീർത്തനത്തിൻ്റെ 13-ാം വാക്യം മറ്റോ അവിടെ എഴുതിയിരിക്കുന്നത്, എന്നോടുള്ള നിന്റെ ദയ എത്ര വലുത്, നീ എന്നെ അധമപാതാളത്തിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു. 2023-ൻ്റെ ഏറ്റവും ഒടുവിലത്തെ സമയത്ത് നമ്മുടെ കൂടിവരവിൽ ആ വാക്യം ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഉയർത്തുകയാണ്. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നീ എന്നെ അധമപാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. അതുകൊണ്ട് ഞാൻ നിന്നെ എന്ത് ചെയ്യും? സ്തുതിക്കും, നിന്റെ സന്നിധിയിൽ സ്തോത്രം ചെയ്യും. എന്ന് വെച്ചാൽ നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ കരങ്ങൾ ഉയർത്തി ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ എൻ്റെ ഹൃദയത്തെ പകരും. അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഞാൻ അധമപാതാളത്തിലേക്ക് അഥവാ കീഴേ പാതാളത്തിലേക്ക് പോകേണ്ടതായിരുന്നു, എന്നെ അവിടെ നിന്ന് വിടുവിച്ചു, ഉദ്ധരിച്ചു, അല്ലേ? എന്നെ ഉദ്ധരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ അത് നമ്മൾ ഓർക്കണം. അങ്ങനെ ഉദ്ധരിച്ചു കൊണ്ടുവന്നതിന് ശേഷമാണ് ഗൗരവമായ പഠനങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ നയിച്ചത്. അതിൻ്റെ ഭാഗമായി നമ്മൾ സമാഗമന കൂടാരത്തിൻ്റെ പഠനത്തിൽ വന്നു ചേർന്ന് യെരൂശലേം ദേവാലയത്തിൻ്റെ ഈ ചുറ്റുമുള്ള മതിലിനെ കുറിച്ച് പറഞ്ഞു. അത് രണ്ടും കൂടെ ചേർത്ത് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? ആദ്യം ആലയം പണിതു, അത് കഴിഞ്ഞിട്ട് മതിൽ നിർബന്ധമാണ്. സമാഗമന കൂടാരം പണിയുമ്പോൾ കൂടാരവും കൂടാരത്തിൻ്റെ ചുറ്റുമുള്ള വേലി എന്ന് വെച്ചാൽ മറ, ആ മറയും നിർബന്ധമാണ്. ദൈവം തൻ്റെ പ്രമാണത്തിലൂടെ അങ്ങനെയാണ് മോശയോട് പറഞ്ഞിരിക്കുന്നത്. മോശയോട് മാത്രമല്ല, പിന്നീടുള്ള കാര്യങ്ങളിലും ഒക്കെ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ പറയപ്പെട്ട നിലയിൽ ദൈവത്തിൻ്റെ ആലയമായി മാറ്റപ്പെടുന്നു. അത് കഴിഞ്ഞ് നാം ഈ മതിലെന്ന് പറയുമ്പോൾ നാം വേർപാട് അനുഷ്ഠിക്കണം. വിശുദ്ധിയുടെ ഒരു മതിലുണ്ട്. ആ മതിൽ എപ്പോഴും സൂക്ഷിക്കണം, ഇടിഞ്ഞു പോകരുത്. അതിൻ്റെ ഓരോ വാതിലുകളും പറയുമ്പോൾ അതെല്ലാം ആത്മീയ അനുഭവങ്ങളാണ്. ആത്മീയ അനുഭവങ്ങൾ, പഴയ വാതില്, പിന്നെ കുപ്പവാതില്, പിന്നെ താഴ്വര വാതില്, അങ്ങനെ വാതിലുകൾ കിടക്കുകയാണ്. അതെല്ലാം ക്രിസ്തീയ ജീവിതത്തിലെ ഓരോരോ അനുഭവങ്ങളാണ്. അത്തരം അനുഭവങ്ങളിലൂടെ പിന്നീട് ദൈവവചനത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. നീർവാതില്, അതുപോലെ ഉറവ് വാതില്, അതുപോലെ പരിശുദ്ധാത്മ നിറവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം പറയുന്നതിന് മുമ്പ് ഞാനിപ്പോൾ പറയുന്നത്, നമ്മെ രക്ഷിച്ചു കൊണ്ടുവന്ന വിധം ഓർക്കണ്ടേ? ഇങ്ങനെയുള്ള ഒരു അനുഭവത്തിലേക്ക് ഈ മതിലിനകത്തുള്ളൊരു ജീവിതം, ഈ മതിലിനകത്തുള്ള ആ ആലയത്തിലെ അനുഭവം എന്ന് വെച്ചാൽ ദൈവസാന്നിധ്യത്തിലല്ലേ നമ്മൾ ഇരിക്കുന്നത്. ആ ദൈവസാന്നിധ്യത്തിലേക്ക് വരുവാൻ പാകത്തിന് പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് അവിടെ നിന്ന് നമ്മെ ഉദ്ധരിച്ചു, ഭയാനകമായ ന്യായവിധിയിൽ നമ്മെ വിടുവിച്ചു. അങ്ങനെ ആ ന്യായവിധിയിൽ നിന്ന് വിടുവിച്ച കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ടവരോട് പറഞ്ഞു. അതൊന്നുകൂടെ ഓർമ്മിപ്പിക്കാം. അതായത് 3 യുഗങ്ങളിൽ നടക്കുന്ന ഈ ന്യായവിധികളെ കുറിച്ചാണ് ഞാൻ ഓർമ്മിപ്പിച്ചത്. അതായത് ഒന്ന്, മനസാക്ഷി യുഗത്തിൽ നോഹയുടെ കാലത്ത് ദൈവം ന്യായം വിധിച്ചു, ആ തലമുറയെ ന്യായം വിധിച്ചു. ആ തലമുറയിലെ ജനത്തെ ദൈവം വെള്ളത്തിലൂടെ, ജലപ്രളയത്തിലൂടെ ന്യായം വിധിച്ചു എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ കോപം മനുഷ്യരുടെ മേൽ കടന്നു വരികയാണ്. അവർ വഷളായി നടക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ അത് വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്, ആ കാലഘട്ടത്തിൻ്റെ പശ്ചാത്തലം. അപ്പോൾ ആ സമയത്ത് ദൈവം തൻ്റെ ന്യായവിധി അയക്കുകയാണ്. പക്ഷെ അതിനൊക്കെ മുമ്പ് ഹാനോക്കിൻ്റെ കാലത്ത് തന്നെ ദൈവം ന്യായവിധിയെക്കുറിച്ചുള്ള സൂചന കൊടുക്കുകയാണ്. ഹാനോക്ക് എന്ന് പറയുന്ന പ്രവാചകന് വ്യക്തമായി ന്യായവിധിയുടെ സൂചന കൊടുക്കുകയാണ്. അവനൊരു മകനുണ്ടാകുന്നു. മകൻ്റെ പേരാണ് മെതുശലേഹ്. ആ മെതുശലേഹ് എന്ന് പറയുന്ന അദ്ദേഹമാണ് മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ജീവിച്ചിരുന്നത്. 969 വർഷം ജീവിച്ചിരുന്നു. അത്രയും ദീർഘമായൊരു കാലം ഭൂമിയിൽ അദ്ദേഹം ജീവിക്കാൻ കാരണം, അദ്ദേഹം മരിക്കുന്ന അന്ന് ന്യായവിധി വരും. അവൻ മരിക്കുമ്പോൾ അത് സംഭവിക്കും. മെതുശലേഹ് നേരത്തെ മരിച്ചു കഴിഞ്ഞാൽ ന്യായവിധി നേരത്തെ വരും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം സമയം കൊടുത്തത്. ദൈവത്തിൻ്റെ ദീർഘക്ഷമ, ആ തലമുറയോടുള്ള ദൈവത്തിൻ്റെ ദീർഘക്ഷമ നിമിത്തം ദൈവം എന്ത് ചെയ്തു? മെതുശലേഹിൻ്റെ ആയുസ് നീട്ടിക്കൊടുത്തു.
അങ്ങനെ മെഥുശലേഹിന്റെ കാലം അവസാനിക്കാൻ പോകുമ്പോൾ നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നോഹയോട് പറഞ്ഞു, നിനക്ക് നിന്റെ കുടുംബത്തിന് വേണ്ടി ഒരു പെട്ടകം ഒരുക്കാൻ. നിനക്ക് നിന്റെ കുടുംബത്തിന് വേണ്ടി ഒരു പെട്ടകം ഒരുക്കാൻ. ശരിക്കും എല്ലാവർക്കും വേണ്ടിയാണ് പെട്ടകം ഒരുക്കുന്നത്. പക്ഷേ മേലാൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാവുന്ന ദൈവം അവിടെ ഉപയോഗിച്ച സെന്റൻസ് എങ്ങനെയാ? നിനക്ക് നിന്റെ കുടുംബത്തിന് ഒരു പെട്ടകം ഒരുക്കാനാ പറഞ്ഞത്. വേറെ സ്വന്തക്കാരും ബന്ധുക്കളൊന്നും വന്ന് കയറാൻ പോകുന്നില്ലെന്നുള്ളത് ദൈവത്തിനറിയാം. ഒരുപക്ഷെ നോഹ അന്ന് അങ്ങനെ കടന്ന് ചിന്തിക്കുകയോ ചോദിക്കുകയോ ഒന്നും ചെയ്ത് കാണില്ല. കാരണം അങ്ങനെ ഇപ്പോൾ അത്രയൊന്നും ചിലപ്പോൾ മനുഷ്യരല്ലേ കടന്ന് ചിന്തിക്കില്ലായിരിക്കാം. പക്ഷെ ചരിത്രത്തിൽ അത് അങ്ങനെ സംഭവിച്ചു. എന്നാൽ നോഹ ചുറ്റുപാട് നടന്ന് പ്രസംഗിച്ചു. ഏകദേശം 100 വർഷക്കാലം നിന്ന് പ്രസംഗിച്ചു. എല്ലാവരെയും സ്വാഗതം ചെയ്തു, പെട്ടകത്തിൽ കയറൂ, പെട്ടകത്തിൽ കയറൂ എന്ന്. ഓക്കെ, അതിന് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലെ ഒരു വാക്യം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. അതായത് ഞാൻ പറഞ്ഞു, വർഷാവസാനത്തെ ഒരു കണക്കെടുപ്പ് പോലെ പറയുകയാണ്. കഴിഞ്ഞ 2-3 ആഴ്ച ഈ വ്യാജ പ്രവചനങ്ങളും തെറ്റായ ശുശ്രൂഷകളും വചനം തെറ്റായി വളച്ചൊടിച്ചു വ്യാഖ്യാനിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനോട് ചേർത്ത് വെച്ച് ഈ 2-3 കാര്യം പറഞ്ഞാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. അതിനാണ് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം വായിക്കാൻ പറഞ്ഞത്. ഒന്ന് വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 14-ാം വാക്യമാണ് വായിച്ചത്. നീ ഗോഫർ മരം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കുക. അങ്ങനെ ആ ഉണ്ടാക്കുന്ന പെട്ടകത്തിന് അകത്തും പുറത്തും കീല് തേക്കണം എന്ന് എഴുതിയിരിക്കുന്നത്. അകത്തും പുറത്തും കീല് തേക്കണം. അകത്തും പുറത്തും കീല് തേച്ചില്ലെങ്കിൽ ജലപ്രളയമാണ് വരാൻ പോകുന്നത്. ആ ജലപ്രളയത്തിൽ ഈ പെട്ടകം വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കണമല്ലോ, പൊങ്ങിക്കിടക്കണം. വെള്ളം അകത്ത് കയറരുത്. വെള്ളം അകത്ത് കയറി ഇവർ ന്യായവിധിയിൽ അകപ്പെടരുത്. അവിടെ ജലമെന്ന് പറയുമ്പോൾ പല രീതിയിൽ നമ്മൾ പറയും. ഇപ്പോൾ ഞാൻ ഇങ്ങനെ പറയാണ്, ആ ജലം ന്യായവിധിയെ കാണിക്കുകയാണ്. അപ്പം ന്യായവിധിയുടെ പ്രളയം അകത്തേക്ക് കടക്കരുത്. ആ ജലം അവരെ സ്പർശിക്കരുത് എന്ന് പറഞ്ഞാൽ ന്യായവിധി അവരെ സ്പർശിക്കരുത്. അങ്ങനെ സ്പർശിക്കാതിരിക്കണമെങ്കിൽ അകത്തും പുറത്തും കീല് തേക്കണം. അപ്പോൾ അകത്തും പുറത്തും കീല് തേക്കണമെന്ന് പറയുമ്പോൾ അതിനവിടെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു ഹീബ്രു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതേ കാര്യം തന്നെ ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണാം. 16-ാം അധ്യായത്തിൻ്റെ 16, 17, 18 വാക്യങ്ങളിലെല്ലാം ആ കാര്യമുണ്ട്. വിശേഷാൽ 17-ാം വാക്യം ഒന്ന് വായിച്ചേ. ലെവിറ്റിക്സ് ചാപ്റ്റർ 16 വേഴ്സ് 17. ലേവ്യ പുസ്തകം 16-ന്റെ 17. ലേവ്യ പുസ്തകം 16-ാം അധ്യായം എന്ന് പറയുന്നത് മഹാപാവപരിഹാര ദിവസം നടക്കുന്ന ശുശ്രൂഷകളാണ് 16-ാം അധ്യായത്തിലുള്ളത്. അപ്പോൾ അവിടെ 2 ആടുകളെ കൊണ്ടുവരുന്നു. അതിൽ ഒരാടിനെ അറുക്കുന്നു, അതിൻ്റെ രക്തം അതിപരിശുദ്ധ സ്ഥലത്ത് തളിക്കുന്നു. മറ്റേ ആടിനെ, അസസേലിന് ചീട്ട് വീണ ആടിനെ മരുഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്നു. ലേവ്യ പുസ്തകം 16-ാം അധ്യായം എന്ന് പറയുമ്പോൾ 2 ആട് നിങ്ങളുടെ ഉള്ളിലേക്ക് ഓടി വരണം കേട്ടോ സഹോദരങ്ങളെ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എവിടെയൊക്കെയോ പോയ സ്ഥലത്തൊക്കെ ചോദിച്ചു, ഇങ്ങനെ അവിടെ 2 ആട് വരുമല്ലോ, അതിൽ ഒരാടെങ്ങോട്ട് പോയി എന്നൊക്കെ അധികം പേരും പറഞ്ഞില്ല. വലിയ സങ്കടമായിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു എന്നല്ല അർത്ഥം. സങ്കടമായിപ്പോയി. 2023 ഒടുവിലത്തെ മാസം സങ്കടപ്പെടേണ്ട മാസമല്ലല്ലോ, സന്തോഷത്തോടെ ഇരിക്കേണ്ടതല്ലേ, കണക്കെടുക്കുന്ന മാസമല്ലേ. കണക്കൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഒരാട് എവിടെ പോയിന്നൊരു പിടിയില്ല. കാലങ്ങളായിട്ടൊക്കെ കേട്ടോണ്ടിരുന്ന മനുഷ്യരാ. 2-ൽ ഒരാടിനെ എങ്ങോട്ട് പറഞ്ഞു വിടുവാ, ഒരു പിടിയില്ല. എന്തായാലും ഒരാടിനെ അറുത്തു എന്ന് ഞാൻ തന്നെ പറഞ്ഞു തുടക്കത്തിൽ. അപ്പോൾ അതുകൊണ്ട് അതേതായാലും ഓക്കെ ആയി. അപ്പോൾ ഒന്നിനെ അറുത്ത് അതിൻ്റെ രക്തം അതിപരിശുദ്ധ സ്ഥലത്ത് കൊണ്ടുപോയി തളിക്കുകയാണ്, കൃപാസനത്തിങ്കൽ തളിച്ച്. ഇത് ഒരു നിരന്തരമായ പ്രക്രിയയാണല്ലോ ഇസ്രായേലിനെ സംബന്ധിച്ച്. അതായത് അറ്റോൺമെൻറ്റ് ഡേ എന്ന് പറയുക ആ ദിവസത്തിന്. മഹാപാപപരിഹാര ദിവസം അല്ലെങ്കിൽ പ്രായശ്ചിത്ത ദിനം ആണ്ടിലൊരിക്കലാണ്. ഇസ്രായേലിൻ്റെ സകല പാപങ്ങളും ശാപങ്ങളും ഒക്കെ അന്ന് മോചിച്ചു കൊടുക്കുന്നൊരു ദിവസമാണ്. ദൈവം അവരുടെ പാപങ്ങളെ ക്ഷമിച്ച് അവരെ ഒരു ക്ലീൻ സ്ലേറ്റ് പോലെ പുറത്തേക്ക് വിടുകയാണ്. കുറ്റമില്ലാത്ത നിലയിൽ അവരെ പിന്നീട് കാണുകയാണ്. എന്ന് വെച്ചാൽ അന്ന് മുതൽ അടുത്ത വർഷം ഇതേ സമയം വരെ പാപം ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുക, അതിങ്ങനെ കുന്നുപോലെ കൂടിക്കൊണ്ടിരിക്കുക. അവസാന ദിവസം ആകുമ്പോഴത്തേക്കും അതെല്ലാം ഇങ്ങനെ ഇരിക്കുകയാണ്. അത് അവിടെ വെച്ചിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കുന്നു, പാപത്തിൻ്റെ പരിഹാരം ഉണ്ടാക്കുന്നു. എന്നാൽ 2 ആടിൽ ഒരാടിനെ അറുത്ത് അതിൻ്റെ രക്തം അതിപരിശുദ്ധ സ്ഥലത്ത് തളിക്കുന്നു. അങ്ങനെ പ്രായശ്ചിത്തം വരുന്നു. ഇതിന് 2-നും ഉപയോഗിക്കുന്ന ഒരേ വാക്ക് തന്നെയാണ്. അതായത് പെട്ടകത്തിൽ കീല് തേക്കണമെന്ന് പറഞ്ഞു.
നോഹയോട് പറഞ്ഞു പെട്ടകം ഉണ്ടാക്കണം, പെട്ടകം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്തും പുറത്തും കീല് തേക്കണം. അവിടെ ഉപയോഗിച്ച വാക്കും ഇവിടെ ഉപയോഗിച്ച വാക്കും രണ്ടും ഒന്ന് തന്നെയാണ്. അതായത് രണ്ടിൻ്റെ അർത്ഥം എന്താ? കവർ ചെയ്യുക എന്നുള്ളതാണ്. കവർ ചെയ്ത് നിൽക്കും. അതായത് ന്യായവിധിയുടെ ജലപ്രളയത്തിൽ നിന്ന് നോഹയും കുടുംബത്തെയും രക്ഷിച്ചത് ശരിക്കും പറഞ്ഞ എന്താ? ഈ കവറിംഗ് ആണ്. ഈ അകത്തും പുറത്തും കീല് തേച്ചു എന്ന കാരണത്താലാണ് വെള്ളം അകത്ത് കടക്കാതെ വന്നത്. അതുകൊണ്ട് അത് കവർ ചെയ്ത് നിന്നു. അതുപോലെ ഇവിടെ ഇസ്രായേലിന്റെ പാപത്തിന്റെ പരിഹാരത്തിനൊരു ആട് അറുക്കപ്പെടുകയാണ്. ആ ആടിന്റെ രക്തം ഇസ്രായേലിനെ കവർ ചെയ്യുകയാണ്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറയുന്നത് ഈ ന്യായപ്രമാണ യുഗത്തിൽ ജീവിച്ചിരുന്ന ഭക്തനായ കവി ദാവീദ് എഴുതി വെച്ച സങ്കീർത്തനമാണത്. അപ്പൊ അവിടെയാണ് ദാവീദ് രാജാവ് പറയുന്നത്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ഒരു ഭാഗ്യാവസ്ഥയാണ് പറയുന്നത്, അല്ലേ? ഒരു ഭാഗ്യാവസ്ഥ. നമ്മുടെ പ്രിയ സഹോദരന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. താനൊരു ഭാഗ്യാവസ്ഥയിലേക്ക് വന്നു. ലോട്ടറി അടിച്ചിട്ടല്ല, തൻ്റെ പാപം മറക്കുകയല്ല, മായ്ച്ചു കളഞ്ഞു. അന്ന് പാപം മറക്കുകയാണെങ്കിൽ ഇന്ന് മായ്ച്ചു കളയുന്നൊരവസ്ഥയുണ്ട്. എനിവേ, ഞാനിവിടെ ശുദ്ധീകരണത്തോടുള്ള ബന്ധത്തിലെ കാര്യങ്ങളല്ല പറയുന്നത്. ഞാനിവിടെ ന്യായവിധിയിൽ നിന്ന് ഒഴിഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത്. നോഹയുടെ കാലത്ത് ജലപ്രളയത്തിൽ നിന്ന് ഈ അകത്തും പുറത്തും കീല് തേക്കിയ നിമിത്തം അവർ ആ കവറിങ്ങിനകത്തൂടെ രക്ഷപ്പെട്ടു. ഇവിടെ ദൈവകോപം ഇസ്രായേലിന്റെ മേൽ വീഴാതെ വണ്ണം പകരക്കാരനായി മറുവിലയായി ഒരു ആട് അറുക്കപ്പെട്ടു. അതിൻ്റെ രക്തത്തിൻ്റെ കവറിങ്ങിൽ ഇസ്രായേൽ അങ്ങനെ നിന്നു. ശിക്ഷ ഏൽക്കാതെ, ശിക്ഷാവിധിയിൽ അകപ്പെടാതെ അവർ രക്ഷപ്പെട്ടു. മൂന്നാമത് നമ്മൾ കാണുന്ന കാര്യം റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 24-25 വാക്യത്തിലാണ്. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 24-25 വാക്യങ്ങൾ. ഇത് പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ ഈ കൃപാകാലയളവിലെ കാര്യമാണ് പറയുന്നത്. ഏറ്റവും ആദ്യം മനസാക്ഷി യുഗത്തിൽ ജീവിച്ചിരുന്ന നോഹയുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ പറഞ്ഞത്. രണ്ടാമത് ന്യായപ്രമാണ യുഗത്തിൽ ജീവിച്ചിരുന്ന ഇസ്രായേലുമായി ബന്ധപ്പെടുത്തി പറഞ്ഞു. ഇപ്പോൾ ഇതാ റോമാലേഖനത്തിലൂടെ ഈ കൃപാകാലയളവിൽ ജീവിച്ചിരിക്കുന്ന പുതിയ നിയമ വിശുദ്ധന്മാരോടുള്ള ബന്ധത്തിൽ ഈ വാക്യം ഒന്ന് വായിച്ചു കേൾക്കാം. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പുറമേയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നതിനെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത്. വളരെ ഗൗരവമായൊരു വാക്യമാണ് റോമാലേഖനത്തിലെ ഈ ഭാഗം. 1-2 അധ്യായത്തിലൂടെ ചില കാര്യങ്ങൾ തെളിയിക്കുകയാണ്. 1-ാം അധ്യായത്തിലൂടെ മുഴു ലോകത്തിലെയും സകല ജനവും അഥവാ ജാതികൾ പാപത്തിന് കീഴിലാണെന്ന് തെളിയിക്കുന്നു. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യഹൂദൻ പാപത്തിന് കീഴിലാണെന്ന് തെളിയിക്കുന്നു. അങ്ങനെ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ കാര്യം തെളിയിച്ചു എന്ന് ഉറപ്പിക്കുകയാണ്. അതൊക്കെ ഉറപ്പിച്ചു പറഞ്ഞു വന്നിട്ട് ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും എന്ന് പറഞ്ഞാൽ യഹൂദനാകട്ടെ യവനനാകട്ടെ എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തിയെന്നാണ് പറയുന്നത്. അങ്ങനെ ദൈവതേജസ് നഷ്ടപ്പെടുത്തിയ മനുഷ്യർക്ക് വേണ്ടി യേശുക്രിസ്തുവിനെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. ആ ക്രൂശിൽ ചിന്തിയ രക്തത്താൽ നമുക്ക് പാപമോചനം ലഭിക്കുകയാണ്. ആ രക്തം നമുക്ക് പ്രായശ്ചിത്ത രക്തമായിട്ട് നിൽക്കുകയാണ്. നമുക്ക് വേണ്ടി ആ രക്തം ദൈവസന്നിധിയിൽ പ്രായശ്ചിത്തത്തിന് വേണ്ടി തളിക്കപ്പെടുന്ന രക്തമാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഉപയോഗിക്കുന്ന ഗ്രീക്ക് വാക്കും ഈ സെയിം അർത്ഥമാണ്. കവർ ചെയ്യുക എന്നുള്ളതാണ് വരുന്നത്. അറ്റോൺ, നമുക്ക് വേണ്ടി ആ രക്തം കവർ ചെയ്ത് നിൽക്കുകയാണ്. ഒരു കവറിംഗ് ആണ്. ന്യായവിധിയിൽ നിന്ന് നമ്മെ യേശുക്രിസ്തുവിന്റെ രക്തം സംരക്ഷിക്കുകയാണ്. ആ രക്തത്തിന്റെ മറവിൽ അല്ലെങ്കിൽ അതിന്റെ കവറിങ്ങിൽ നാം ആയിരിക്കുന്നു. ന്യായവിധിയിൽ നാം തെറ്റിയൊഴിഞ്ഞവരാണ്. സഹോദരങ്ങളെ, ഇതാണ് സുവിശേഷത്തിൻ്റെ ഒരു കാതലായ മേഖലയാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത്. സുവിശേഷത്തിൻ്റെ കാതലായൊരു മേഖല. ഇനി നേരെ ഉൽപ്പത്തി പുസ്തകത്തിലെ ആ വാക്യത്തിലേക്ക് ഒന്നോടെ ഒന്ന് ശ്രദ്ധ തിരിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താ നമ്മൾ കണ്ടത്? അകത്തും പുറത്തും കീല് തേക്കണം. നോഹ പെട്ടകം ഉണ്ടാക്കുന്നു. നോഹയും തൻ്റെ ഭാര്യയും മക്കളും ഒക്കെ അതിനുവേണ്ടി ഉത്സാഹിക്കുന്നുണ്ട്. വലിയ മൂത്താശാരിമാരെയും മെക്കാടുമാരെയും കയ്യാളന്മാരെയും വേറെ പല ആൾക്കാരെയൊക്കെ ഈ പെട്ടകം പണിയുടെ കാര്യത്തിലൊക്കെ സഹകരിപ്പിക്കുന്നുണ്ടാകും. കാരണം നോഹയ്ക്ക് തന്നെ ഇരുന്ന് വലിയ പെട്ടകം പണിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് പണിക്കാരായിട്ട് പലരും വന്നിട്ടുണ്ടാകും. ഈ കാലത്ത് ഒത്തിരി പേര് പെട്ടകം പണിയുന്നുണ്ട്. പിന്നെ പെട്ടകം എല്ലാവരും പണിയുന്നുണ്ട്, എല്ലാ സംഘടനക്കാരും പണിയുന്നുണ്ട്. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് എല്ലാവരും പെട്ടകത്തിൻ്റെ പണിയിൽ വ്യാപൃതരാണ്. പക്ഷെ നമ്മൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ ഉണ്ടല്ലോ, അകത്തും പുറത്തും കീലുണ്ടോ എന്ന് നോക്കിയാൽ അകത്തും പുറത്തും കീലില്ല. കീലൊന്നും ആരും തേക്കുന്നില്ല. അതായത് പെട്ടകം പണിയുന്നുണ്ട്,
ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യം വായിച്ച നവീനെ. ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു, അങ്ങനെ തന്നെ അവൻ ചെയ്തു. യഹോവയായ ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു, അങ്ങനെ തന്നെ ചെയ്തു എന്ന്. ഇതേ കാര്യം ഏതാണ്ട് സമാനമായി ഏതാണ്ട് ചേർന്ന് വരുന്നൊരു വാക്യം നമ്മൾ നിരന്തരം വായിക്കുമായിരുന്നല്ലോ പുറപ്പാട് പുസ്തകത്തിൽ നിന്ന്. സമാഗമന കൂടാരത്തിന്റെ പഠനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ മിക്കവാറും ദിവസങ്ങളിലൊക്കെ തന്നെ പിന്നെ പറഞ്ഞുകൊണ്ടിരുന്നതാ യഹോവ കൽപ്പിച്ചതുപോലെ മോശ ചെയ്തെന്ന്. ഏതാണ്ട് അതിന് തത്തുല്യമായ കാര്യമല്ലേ ഇത്. നോഹയോട് പെട്ടകം പണിയാൻ പറഞ്ഞു, നോഹ പണിതു, യഹോവ കൽപ്പിച്ചതുപോലെ പണിതു. മോശയോട് പറഞ്ഞു, മോശ പണിതു, കൽപ്പിച്ചതുപോലെ പണിതു. പിന്നീട് ദാവീദിനോട് പറഞ്ഞു യെരൂശലേം ദേവാലയത്തിന്റെ നിർമ്മിതിയെക്കുറിച്ച്. ദാവീദ് അതിന്റെ കാര്യങ്ങളെല്ലാം അതിന്റെ രീതിയിൽ ഒരുക്കി. എന്നിട്ട് അവന്റെ മകൻ ശലോമോൻ അതെല്ലാം അതിന്റെ നിലയിൽ തന്നെ കൽപ്പിച്ചതുപോലെ പണിതു. ഇതാണ് ചരിത്രത്തിലെ പണികൾ നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് അവന്റെ അപ്പോസ്തലന്മാരോട് പണിയാൻ പറഞ്ഞു. അവരും അതുപോലെ തന്നെ പണിതു. അവരുടെ എല്ലാം കയ്യിൽ അളവ് നൂലും തൂക്കുകട്ടയും ഉണ്ടായിരുന്നു. അവരെല്ലാം അതുപോലെ പണിതു. പൂർവന്മാരായ പിതാക്കന്മാരെല്ലാം അതുപോലെ തന്നെ പണിതു. എന്നാൽ ഇന്നത്തെ പുള്ളിക്കാരന്മാർ പണിയുന്നത് എങ്ങനെയാ? ഒന്ന് ആലോചിച്ച് നോക്കേണ്ട കാര്യമാണ് കേട്ടോ. അത് നിങ്ങൾ സമയം പോലെ പിന്നീട് വീട്ടിൽ പോയിരുന്ന് ആലോചിച്ചാൽ മതി. ഈ പണിയുന്ന ആളുകളുടെ കയ്യിൽ അളവ് നൂലും തൂക്കുകട്ടയൊക്കെ ഉണ്ടോ? അതുപോലെ തന്നെ അകത്തും പുറത്തും കീല് തേക്കുന്നുണ്ടോ? അതായത് ചട്ടപ്രകാരമാണോ അഥവാ പ്രമാണപ്രകാരമാണോ ഈ പെട്ടകം പണിയുന്നത്? പെട്ടകം ആർക്കും പണിയാം, പെട്ടകമൊക്കെ പണിയാം. പക്ഷെ അകത്തും പുറത്തും കീല് തേച്ചില്ലെങ്കിൽ ന്യായവിധിയുടെ വെള്ളം അകത്ത് കയറും. അപ്പോൾ എങ്ങനെയെങ്കിലും പെട്ടകം പണിതാൽ പോരാ, അത് ചട്ടപ്രകാരം പണിയണം. എന്താ ഈ പറഞ്ഞതിൻ്റെ സാരം? നമ്മുടെ ചുറ്റും ഒത്തിരി പേര് പണിയുന്നുണ്ടെന്ന്, ഒത്തിരി പേര് പണിയുന്നുണ്ട്. ഞാൻ ആയിരിക്കുന്ന ബാംഗ്ലൂർ പട്ടണത്തിൽ, നമ്മുടെ മലയാളക്കരയിലെ തിരുവനന്തപുരത്ത്, പിന്നെ കൊച്ചിയിലെ, കോഴിക്കോട്, ബോംബെയില്, ഡൽഹിയില്, കൽക്കട്ടയില്, ന്യൂയോർക്കില്, ന്യൂസിലാൻഡില്, അങ്ങനെ സകല സ്ഥലത്തും ആൾക്കാർ പണിയുന്നുണ്ട്. എല്ലാവരും പണിയുന്നുണ്ട്. ഈ അടുത്തിടയ്ക്ക് എൻ്റെ ഒരു സ്നേഹിതൻ കുടുംബമായിട്ട് ന്യൂസിലാൻഡിലേക്ക് പോയി. അവൻ സാധാരണ ഈ പ്രസംഗം കേൾക്കാത്തതുകൊണ്ട് അവൻ്റെ കാര്യം പറയുന്നതിന് കുഴപ്പമില്ല, പ്രസംഗം കേൾക്കാറില്ല. അപ്പോൾ അങ്ങനെ ന്യൂസിലാൻഡിലേക്ക് പോയ സമയത്ത് തനിക്ക് ആരാധനയ്ക്കായിട്ടൊരു ഒരു 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 സ്പേസ് വേണമല്ലോ അവിടെ, കൂട്ടായ്മയ്ക്കായിട്ടൊരു കൂട്ടം മനുഷ്യരും വേണം. അപ്പോൾ നമ്മളങ്ങനെ അന്വേഷിക്കുമ്പോൾ ന്യൂസിലാൻഡിൽ നമ്മളെ പരിചയക്കാർ ഒത്തിരി പേരുണ്ടല്ലോ. ഇവരോടൊക്കെ ചോദിച്ചു അവിടെ എങ്ങനെയാ കാര്യപരിപാടികൾ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവിടെ ഒരാളുണ്ട്, ഇവിടെ ഒരാളുണ്ട്, പിന്നെ എവിടെ ഒരാളുണ്ട്, ഇങ്ങനെയൊക്കെ കുറേ ആളുകളുടെ പേര് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചോദിച്ചു എല്ലായിടത്തും അകത്തും പുറത്തും കീല് തേക്കുമെന്ന് ചോദിച്ചു. അങ്ങനെ നിർബന്ധം പിടിക്കരുത്, നിങ്ങൾക്ക് ആരാധിച്ചാൽ പോരെ. കീല് തേച്ച ആരാധനയും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ പെട്ടകത്തിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടും. അത് ഈ ഭാഗത്തൊക്കെ വളരെ കുറവാണ് എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. അതായത് എല്ലാവരും പെട്ടകം പണിയുന്നുണ്ടെങ്കിലും പ്രമാണപ്രകാരമുള്ള പണിയിലേക്ക് പലരും വരുന്നില്ല. അത് പണിതൊപ്പിക്കുന്നുണ്ട്. പക്ഷേ ന്യായവിധിയുടെ ജലപ്രളയം ഇപ്പോൾ വരുന്നില്ലല്ലോ, അത് വരാൻ പോകുന്നല്ലേ ഉള്ളൂ. അപ്പം ന്യായവിധി വരുന്ന സമയത്ത് അതിനെ താങ്ങാൻ കഴിയുമോ നമ്മുടെ പണിക്കെന്നുള്ളതാണ് വിഷയം. ഞാൻ പഠിച്ച് മനസ്സിലാക്കിയതിൽ നിന്ന് താങ്ങാൻ കഴിയില്ലെന്നുള്ളതാണ്. അകത്തും പുറത്തും കീല് തേച്ചില്ലെങ്കിൽ ഇനി അതിന് പ്രത്യേകിച്ചൊരു ഉപവാസ പ്രാർത്ഥന വെച്ചിട്ടൊന്നും ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല, വെള്ളം അകത്ത് കയറും, ഉറപ്പല്ലേ. ന്യായവിധി പിടിച്ചിരിക്കും. അവിടെ മെഗാ ചർച്ച്, ഇവിടെ മെഗാ ചർച്ച്, MG റോട്ടിൽ, മറ്റേ റോട്ടിൽ, മറിച്ച് എല്ലാ റോട്ടിലും മെഗാ ചർച്ചുകളുണ്ട്. 500 പേര്, അവിടെ 1000 പേര്, ഇവിടെ 10,000 പേര്. ഈ 10,000 ആണെങ്കിലും കൊള്ളാം, 20,000 ആണെങ്കിലും കൊള്ളാം, അവരൊക്കെ വന്ന് കയറിയത് കീല് തേക്കുന്ന സ്ഥലത്താണോ? കീല് തേക്കുന്ന സ്ഥലമല്ലല്ലോ. അവരൊക്കെ വന്ന് കയറിയ പെട്ടകത്തിന്റെ അകത്തും പുറത്തും കീല് തേക്കുന്നുണ്ടോ? ആ രീതിയിലാണോ? കുറ്റമറ്റ പഠനങ്ങളാണോ? കുറ്റമറ്റ രീതിയിലാണോ ഉപദേശങ്ങൾ? ഉപദേശം ഗൗരവല്ലേ? ഉപദേശം അങ്ങനെയാ. 2 തിമോത്തിയോസ് പൗലോസ് തിമോത്തിയോസിനോട് പറയുന്ന പോലെ 2 തിമോത്തിയോസ് 2:15 ഒന്ന് വായിച്ചേ നവീനെ. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കണം. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുക എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. സത്യവചനത്തെ യഥാർത്ഥമായി ഡിവൈഡ് ചെയ്യണം. പിന്നെ അതിനൊരു ആന്തരിക അർത്ഥമുണ്ട്. അതായത് പാതയില്ലാത്ത കാലത്ത്, വഴിയില്ലാത്ത കാലത്ത് തിമോത്തിയോസെ ജനത്തിനു വേണ്ടി, ദൈവജനത്തിനു വേണ്ടി പാത വെട്ടി തുറക്കണം. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശം എന്നാണല്ലോ. ആ പ്രകാശത്തിൽ പാത വെളിപ്പെട്ട് കിട്ടണം. ജനത്തിന് പാത തുറന്നു കൊടുക്കണം. അതായത് നീ മുൻപിൽ നിന്ന് പാത തുറന്നു കൊടുക്കണം.
അവരാ യഥാർത്ഥ പാതയിലൂടെ സഞ്ചരിച്ചവർ സിയോനിലെത്തണം, അവർ ലക്ഷ്യത്തിലെത്തണം. അല്ലേ? ദൈവവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കണമെന്നല്ലേ പറഞ്ഞത്? നമുക്ക് കൂടുതലൊന്നും ചിന്തിക്കണ്ട, ലളിതമായി ചിന്തിക്കാം. ദൈവവചനത്തിൽ മായം ചേർക്കാതെ, കൂട്ടുചേർക്കാതെ, കൊരിന്ത്യലേഖനത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്, ഞാനത് ഇവിടെ കൊണ്ടുവയ്ക്കുക. അങ്ങനെ കൂട്ടുചേർക്കാതെ, മായം ചേർക്കാതെ, ഉള്ളതുപോലെ പറഞ്ഞ് പ്രയോജനമുള്ളത് ഒന്നും മറച്ചു വെക്കാതെ ഈ ജനത്തിന് ഉപകാരപ്പെടുമാറ് ശുശ്രൂഷിക്കുക. അവരെ പാതാളത്തിൽ വിട്ട തിമോത്തിയോസെ, നിനക്ക് എന്നെ ലാഭം തിമോത്തിയോസെ? ഇപ്പൊ തൽക്കാലത്തേക്കുള്ളൊരു ലാഭത്തിന് വേണ്ടി ഈ ജനത്തെ നീ ഇങ്ങനെ തള്ളി ഈ പാതാളത്തിലേക്ക്, കീഴേ പാതാളത്തിലേക്ക് വിട്ടാൽ വല്ല ഗുണമുണ്ടോ? അപ്പൊ അങ്ങനെ ചെയ്യരുത്. പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കരുത്. യഥാർത്ഥമായി പ്രസംഗിക്കണം, പഠിപ്പിക്കണം. തിമോത്തിയോസ് അങ്ങനത്തെ ആളൊന്നുമല്ല. തിമോത്തിയോസ് യോഗ്യനായ ഒരു ശുശ്രൂഷകനാണ്. പൗലോസ് പറഞ്ഞു കൊടുത്ത പാഠങ്ങളെ അങ്ങനെ തന്നെ പാലിച്ച താൻ മുൻപോട്ട് പോയത്. അപ്പൊ ദൈവവചനത്തെ അതിന്റെ നിലയിൽ തന്നെ ശുശ്രൂഷിക്കണം. അങ്ങനെ ശുശ്രൂഷിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ന്യായവിധിയുടെ വെള്ളം അകത്ത് കയറും, ന്യായവിധിയുടെ വെള്ളം. അപ്പോൾ ശുശ്രൂഷകന്മാർ എപ്പോഴും ദൈവവചനത്തെ കൃത്യമായി തന്നെ ദൈവജനത്തിന് പകർന്നു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ എന്താ തുടക്കത്തിൽ പറഞ്ഞത്? ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കണ്ടത് അകത്തും പുറത്തും കീല് തേക്കണം. അങ്ങനെ അകത്തും പുറത്തും കീല് തേച്ച് പെട്ടകത്തിനകത്ത് കയറിക്കഴിഞ്ഞാൽ ന്യായവിധിയുടെ വെള്ളം തൊടത്തില്ല. എന്നാൽ ഈ കാലഘട്ടത്തിൽ അനേകരെ കർണരസമാകുമാർ പ്രസംഗിക്കുന്നു. കർണരസമാകുമാർ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നു. ജനം അത് കേട്ട് കോരിത്തെരിക്കുന്നു, അല്ലെങ്കിൽ അവർ ആശ്ചര്യപ്പെടുന്നു, അവർ ആനന്ദിക്കുന്നു. പക്ഷേ വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് അവർ തിരിച്ചറിയുന്നില്ല. കനത്ത ന്യായവിധിയെ കാത്തിരിക്കുന്നത്. സുവിശേഷം കേൾക്കാതെ, രക്ഷാനിർണയം പ്രാപിക്കാതെ, ദൈവരാജ്യത്തിൽ കടന്നു വരാതെ അവര് ഇങ്ങനെ ഈ മായാലോകത്ത് ഉള്ള ഓർഗന്റെ ആ വിസ്ഫോടനത്തിൽ, അതിൻ്റെ ശബ്ദത്തിലൊക്കെ നിന്ന് പ്രൈസ് ആൻഡ് വർഷിപ്പൊക്കെ നടത്തി അവരുടെ ജീവിതം അവസാനിക്കുക. ഈ കീല് തേക്കുക എന്ന് പറയുമ്പോൾ ഞാൻ പത്രോസിന്റെ ലേഖനത്തിൽ നിന്ന് ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാം. പത്രോസിന്റെ ലേഖനത്തിൽ ഒരു പാറ്റേൺ പറയുന്നുണ്ട്, ഒരു മാതൃക എന്ന് പറയുന്നത് പുതിയ നിയമ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ, പ്രസംഗത്തോടുള്ള ബന്ധത്തിൽ അതിൻ്റെ തത്വമാണ് പത്രോസ് പറയുന്നത്. യേശുക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടവും പിൻവരുന്ന മഹിമയും. 2.5 വർഷത്തിന് മുൻപോ മറ്റോ നമ്മളതൊക്കെ പറഞ്ഞത്. യേശുക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടവും പിൻവരുന്ന മഹിമയും. അപ്പം ക്രിസ്തു കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നുപോയി, അവിടെ കൊണ്ട് അവസാനിച്ചില്ല. പിന്നീട് അവൻ ഒരു തേജസ്സിന്റെ കൂടാരത്തിലേക്ക് മാറി. മൺമയ കൂടാരത്തിൽ നിന്ന് ഒരു വിൺമയ കൂടാരത്തിലേക്ക് മാറി. മൺമയ കൂടാരത്തിൽ അവൻ കഷ്ടം സഹിച്ചു. അവിടെ നിന്ന് ഒരു വിൺമയ കൂടാരത്തിലേക്ക് അവൻ സിംഹാസനത്തിലേക്ക് നടന്നു കയറി. അങ്ങനെയല്ലേ? കഷ്ടം സഹിച്ചവൻ പിന്നത്തേതിൽ സിംഹാസനത്തിലേക്ക് വരുന്ന നമ്മൾ കാണുന്നത്. അപ്പൊ യേശുക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടവും പിൻവരുന്ന മഹിമയും. അതേ 1 പത്രോസ് 1-ാം അധ്യായത്തിലൊരു വാക്യമാണ്, സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ ഈ കാര്യം ഇങ്ങനെ തന്നെ പറയുന്നു എന്ന്. സുവിശേഷത്തിന്റെ ഭാഗമായി ഇതൊക്കെ. ക്രിസ്തു കഷ്ടം സഹിച്ചു, അത് അതിൻ്റെ ആദ്യപടി പറയും, ക്രിസ്തു കഷ്ടം സഹിച്ചു എന്നുള്ളത്. അങ്ങനെ കഷ്ടം സഹിച്ച് നമ്മെ അവൻ വീണ്ടെടുത്തു. ആ ക്രിസ്തു പിന്നത്തേതിൽ തേജസ്സിന്റെ ക്രിസ്തു എന്ന നിലയിൽ നമ്മെ ചേർക്കാൻ വരും. അതുപോലെ തന്നെ നാമും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവകുടുംബത്തിലെ സഹോദരങ്ങളായ നാം, ദൈവകുടുംബത്തിലെ മൂത്ത സഹോദരനായ ആദിജാതനായ യേശുക്രിസ്തു കഷ്ടം സഹിച്ചു, അവൻ മഹിമയിലേക്ക് പ്രവേശിച്ചു. നാമും അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതാകുന്നു. അങ്ങനെ നാമും മഹിമയിലേക്ക് കടക്കേണ്ടതാകുന്നു. അതുകൊണ്ട് ആ അനുഭവങ്ങളിലൂടെ പോയ പൗലോസ് പറയാണ്, ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. നൊടി നേരത്തേക്കുള്ള ലഘുവായ സങ്കടം തേജസ്സിന്റെ നിത്യഘനം നമ്മെ ഉടുപ്പിക്കും. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ആ തേജസ്സിന്റെ നിത്യഘനത്തിലേക്ക് വന്നിരിക്കുകയാണ്. അതുപോലെ നാമും ആ അനുഭവത്തിലേക്ക് എത്തിച്ചേരും. അപ്പൊ ഇവിടുത്തെ മാതൃക എന്താ? യേശുക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടവും പിൻവരുന്ന മഹിമയും. ഇതാ കീല് തേക്കുന്ന കാര്യം പറഞ്ഞത്. യഥാർത്ഥ സുവിശേഷ പ്രസംഗത്തിനകത്ത് ഈ കാര്യങ്ങളെല്ലാം വരും, സവിസ്തരം വരും. അങ്ങനെ സുവിശേഷം കേട്ട് ദൈവരാജ്യത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അത് യഥാർത്ഥ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന സഭയാണെങ്കിൽ, ആ സഭയിൽ ഈ പറഞ്ഞ 2 കാര്യവും അതിൻ്റെ നിലയിൽ പ്രസംഗിച്ചിരിക്കും. അവിടെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്തും. അങ്ങനെ ക്രൂശിന്റെ വചനങ്ങൾ പ്രസംഗിക്കും. ക്രിസ്തുവിൻ്റെ ജീവിതാനുഭവങ്ങൾ അവിടെ വിശദമാക്കപ്പെടും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ഒന്ന് വായിച്ചേ. ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനും അവന്റെ പരിശുദ്ധനുമായ യഹോവ സർവ്വനിന്ദിതനും ജാതിക്ക് വെറുപ്പുള്ളവനും അധിപതികളുടെ ദാസനുമായവരോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, വിശ്വസ്തനായ യഹോവ നിമിത്തവും നിന്നെ തെരഞ്ഞെടുത്ത ഇസ്രായേൽ പരിശുദ്ധൻ നിമിത്തവും രാജാക്കന്മാർ കണ്ട് എഴുന്നേൽക്കുകയും പ്രഭുക്കന്മാർ കണ്ട് നമസ്കരിക്കുകയും ചെയ്യും.
ഇസ്രായേലിന്റെ പരിശുദ്ധനായ വീണ്ടെടുപ്പുകാരൻ യഹോവ സർവ്വനിന്ദിതനെന്നാണ് വായിച്ചു തുടങ്ങിയത്. സർവ്വനിന്ദിതൻ. ഇത് ക്രിസ്തുവിൻ്റെ ഇഹലോക ജീവിതത്തെയല്ലേ കാണിക്കുന്നത്? ക്രിസ്തുവിൻ്റെ ഇഹലോക ജീവിതത്തെ കാണിക്കുന്നത്. യഹോവയായ ദൈവത്തെക്കുറിച്ചൊന്നും വിശദമായൊരു പഠനത്തിനുള്ള സമയമല്ല. യേശു ക്രിസ്തുവിനെ യഹോവയെന്ന് വിളിച്ചിട്ടുണ്ട്, പിതാവിനെ യഹോവയെന്ന് വിളിച്ചിട്ടുണ്ട്, പരിശുദ്ധാത്മാവിനെ യഹോവയെന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തൃത്വം എന്ന വിഷയവും അതുപോലെ ക്രിസ്തുവിൻ്റെ ദൈവത്വം മനുഷ്യത്വം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ദൈവശാസ്ത്രവും അതിൻ്റെ ആഴങ്ങളൊക്കെ പറയുമ്പോഴാണ് അതൊക്കെ വിശദമാക്കുന്നത്. ഞാൻ ഈ ഒരു വാക്യത്തിൽ നിന്ന് ഒരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. കർത്താവ് ഈ ഭൂമിയിൽ നിന്ദിതനായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള പിന്നീട് അധ്യായമാണ് യെശയ്യാവ് 53-ാം അധ്യായം. ആ 53-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിലൊക്കെ അവൻ ഈ ഭൂമിയിൽ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠനം നടത്തിക്കൊണ്ടിരുന്ന, റിസേർച്ച് നടത്തിക്കൊണ്ടിരുന്ന ആളുകളാണ് യഹൂദ റബ്ബായിമാർ. അവിടെ റബ്ബിമാരൊക്കെ ഈ കാര്യത്തെക്കുറിച്ച് ഒക്കെ റിസർച്ച് നടത്തിക്കൊണ്ടിരുന്നതല്ലേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തെക്കുറിച്ച് ഡോക്ടറേറ്റ് എടുത്ത റബ്ബിമാർ അവരുടെ ഇടയിൽ കാണുമായിരിക്കും. പക്ഷേ മഹത്വത്തിൽ വസിച്ചവൻ മഹത്വം വിട്ട് ഈ താണഭൂമിയിൽ വന്ന് സർവ്വനിന്ദിതനായി ഇതിൽ നടന്ന സമയത്ത് അവർക്ക് ആർക്കും മനസ്സിലായില്ല ഇതാണ് മാതൃകയെന്ന്. അവർക്ക് മനസ്സിലായില്ല. അതേസമയം മശിഹ എന്ന രാജാവ് ജനിക്കുന്നത് രാജകൊട്ടാരത്തിലാണെന്ന് അവർ വിശ്വസിച്ചു. അവരങ്ങനെയാ ധരിച്ചത്. ഒരു പൊളിറ്റിക്കൽ മശിഹയാണ് അവർ കാത്തിരുന്നത്. ഒരു 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 അധികാരം കൈയാളുന്ന ഒരു മശിഹ രാജകൊട്ടാരത്തിൽ ജനിച്ചു വളർന്ന് ഇസ്രായേലിൻ്റെ ഭരണ സാരഥ്യം ഏറ്റെടുക്കും എന്ന നിലയിലാണ് യഹൂദന്മാർ അന്ന് ചിന്തിച്ചു വശായിരുന്നത്. പക്ഷേ അവരുടെ വീണ്ടെടുപ്പുകാരനായ മശിഹ സർവ്വനിന്ദിതനായിരിക്കുമെന്ന് എഴുതിയത് അവരുടെ കണ്ണിന് മറഞ്ഞിരുന്നു സഹോദരങ്ങളെ. അതുപോലെയാണ് ന്യൂ ജനറേഷൻ പെന്തിക്കോസും തലതിരിഞ്ഞ പെന്തിക്കോസിനും ഈ യഥാർത്ഥ വചനങ്ങളൊക്കെ മറഞ്ഞിരിക്കുകയാണ്. അവരൊന്നും കീലി തേക്കാത്ത പെട്ടകമാണ് പണിതുകൊണ്ടിരിക്കുന്നത്. അത്തരം കൂട്ടങ്ങളിലൊക്കെ ഇരിക്കുന്ന ആളുകളെല്ലാം എത്ര അല്ലേലിയ ഒച്ചത്തിൽ പറഞ്ഞെന്ന് പറഞ്ഞാലും, എത്ര കനത്തി സ്വോത്രകാഴ്ച കൊടുത്തെന്ന് പറഞ്ഞാലും അവസാനം എങ്ങനെയാവും എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥ പാതയിലേക്ക് തിരിഞ്ഞുകൊള്ളുക. യഥാർത്ഥ പാതയിലുള്ള പ്രസംഗം എന്താ? 1 പത്രോസ് 1:11 പറയുന്ന പോലെ യേശുക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടവും പിൻവരുന്ന മഹിമയും. ക്രിസ്തീയ ജീവിതത്തിൽ നാം കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. പക്ഷെ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. പിൻവരുന്ന മഹിമ, നാം മഹിമയിലേക്ക് സഞ്ചരിക്കുന്നതാണ് ഈ കഷ്ടങ്ങളിലൂടെ. അല്ലാതെ കഷ്ടം പറഞ്ഞ് അവിടെ അവസാനിക്കുകയല്ല. ഈ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം ആനന്ദിക്കുകയാണ്. 2023 ഒടുവിൽ കേൾവിക്കാരായ വിശുദ്ധന്മാരോട് ഞാൻ പറയുകയാണ്, നാം കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ക്രിസ്തീയ ജീവിതത്തിൽ ആനന്ദം ആനന്ദിക്കണം. കാരണം നമ്മുടെ വീണ്ടെടുപ്പ് ഓർക്കുമ്പോൾ, നാം അനുഭവിക്കാൻ പോകുന്ന മഹിമ ഓർക്കുമ്പോൾ, അതെല്ലാം ഓർക്കുമ്പോൾ നാം നമ്മുടെ കർത്താവിനോടുകൂടെ ഒരുമിച്ച് സിംഹാസനത്തിൽ ഇരിക്കാൻ പോകുന്നു എന്ന തിരിച്ചറിവ്, അതെല്ലാം നമ്മെ സന്തോഷത്തിലേക്ക്, ആനന്ദത്തിലേക്ക് കൊണ്ടുവരണ്ടേ? അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിലെ ആനന്ദത്തിലേക്ക് നമ്മെ കൊണ്ടുവരണം. ഒന്നുകൂടി ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ കാണുന്നത്? നോഹയുടെ കാലത്ത് പെട്ടകത്തിലൂടെ നോഹയും കുടുംബവും രക്ഷപ്പെട്ടു. വെളിയിൽ നിന്നവരെല്ലാം വെള്ളത്തിൽ മുങ്ങിച്ചത്തു. അത് നോഹയും കുടുംബവും കണ്ടു, ആ ന്യായവിധി. ഇനി ഇസ്രായേലിന്റെ കാലഘട്ടത്തിൽ നോക്കുക, അവര് ആടിന്റെ രക്തത്താൽ സംരക്ഷണ പ്രാപിച്ചവരാണ് അല്ലേ? പെസഹ ഒന്ന് ഓർത്തു നോക്കിയേ. ആ കുഞ്ഞാടിന്റെ രക്തത്താൽ അവര് സംരക്ഷണ വലയത്തിലായിരുന്നു. സംഹാരകൻ അവരെ കടന്നുപോയി. അതല്ലേ അവരുടെ പാട്ട്, സംഹാരകൻ അവരെ കടന്നുപോയി. ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ ന്യായം വിധിച്ചു. പിന്നത്തേതിൽ അവര് കുഞ്ഞാടിന്റെ രക്തത്തിന്റെ മറവിലായിരുന്നു. ന്യായവിധിയിൽ നിന്ന് അവർ തെറ്റി ഒഴിഞ്ഞവരാണ്. അവർ ആ കവറിങ്ങിലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ എന്താ കണ്ടത്? യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നീതീകരണം പ്രാപിച്ച ആ രക്തത്തിന്റെ മറവിൽ ന്യായവിധിയിൽ നിന്ന് നാം തെറ്റിയൊഴിഞ്ഞവരാണ്. വാളിന് തെറ്റിയൊഴിഞ്ഞവരാണ്. അതാ തിരിഞ്ഞു നോക്കാൻ പറഞ്ഞത്. പാപത്തിന്റെ പടുകുഴി കിടന്ന് നമ്മൾ വെള്ളസിംഹാസനത്തിന് മുമ്പാകെ ന്യായവിധിക്ക് വേണ്ടി തലകുനിച്ച് നിൽക്കേണ്ടവരായിരുന്നു. എന്നാൽ കൃപയാലുള്ള ഉദ്ധാരണം നമുക്ക് ലഭിച്ചു. കൃപയാലുള്ള ഉദ്ധാരണം ലഭിച്ച് ഇന്ന് ഈ പറഞ്ഞ കവറിങ്ങിലാണ്, സംരക്ഷണയിലാണ്, ദൈവശക്തിയിൽ കാക്കപ്പെടുകയാണ് നാം. അന്ത്യകാലത്ത് വെളിപ്പെടാനിരിക്കുന്ന രക്ഷയിൽ നമ്മെ കാത്ത് പരിപാലിക്കുകയാണ്. ദൈവശക്തിയിൽ നമ്മെ കാത്തു പരിപാലിക്കുകയാണ്. ആ രക്തത്തിന്റെ മറവിൽ നാം സംരക്ഷണയിലാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയം എത്രമാത്രം ആനന്ദത്തിലേക്ക് വരണം. ഇവിടെ ഒന്നും ബെൻസുകാർ കിട്ടുന്ന കാര്യം ഞാൻ പറഞ്ഞില്ല കേട്ടോ. ഇവിടെ ബെൻസോ BMW അങ്ങനെയുള്ള ഒരു ഡബ്ല്യുവും കിട്ടുന്ന കാര്യം പറഞ്ഞില്ല. നീ എന്നെ അധമപാതാളത്തിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു, അതോർത്ത് ഞാൻ നിന്നെ സ്തുതിക്കും.
അത് വലിയ കാര്യമാണ്, വലിയ കാര്യമാണ്. കർത്താവ് നമ്മെ വിടുവിച്ചു, ഉദ്ധരിച്ചു. നമ്മുടെ പ്രിയ സഹോദരനും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ആ സഹോദരൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ അനുഭവമാണ്. ദൈവരാജ്യത്തിൽ വിശുദ്ധന്മാരോട് കൂടെയുള്ള സഞ്ചാരം ആരംഭിക്കുകയാണ്. ഉച്ചരിക്കേണ്ടത് എപ്പോഴും ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കിയാണ് മുൻപോട്ട് പോകേണ്ടത്. മറ്റ് ചുറ്റുമൊക്കെ നമ്മൾ നോക്കുമ്പോൾ കീല് തേക്കാത്ത ബെന്തിക്കോസ് കാണും, പ്രമാണത്തിൽ നിൽക്കാത്ത ദൈവമക്കൾ കാണും, ആത്മാവിൽ നടക്കേണ്ടതിന് വരെ ജഡത്തിൽ നടക്കുന്നവർ കാണും. അങ്ങനെ പലതരക്കാരെ കാണും, പലതും കാണും. നമ്മൾ അതൊന്നും കണ്ട് ചഞ്ചലപ്പെടരുത്. നമ്മൾ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞു വന്നവരാണെങ്കിൽ, ആ ബോധ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാറ്റും കൊടുങ്കാറ്റും അടിച്ചാലും പാറമേലാ നിൽക്കുന്നതെങ്കിൽ കുലുങ്ങത്തില്ല. പാറമേൽ അടിസ്ഥാനം ഇടുക. നമ്മുടെ ഈ കൂടിവരവിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താ? കഴിഞ്ഞ നാളുകളിൽ നമ്മളത് ഡിക്ലെയർ ചെയ്തിട്ടുള്ളതാണ്. പാറമേലുള്ള ഈ അടിസ്ഥാനം അനേക സഹോദരങ്ങളെ പാറമേൽ ഉറപ്പിക്കേണ്ടതുണ്ട്. കാരണം കാറ്റും കോളും വരുമെന്ന് വചനം പറയുന്നു. പെരുമഴ പെയ്യും, വെള്ളം പൊങ്ങും. മണലിന്മേൽ അടിസ്ഥാനമിട്ടവനൊക്കെ മറിഞ്ഞു പോകും. മണലിന്മേൽ അടിസ്ഥാനമിട്ട് വീട് പണിതവൻ്റെ വീടും പോകും, അവനും പോകും, എല്ലാം വെള്ളത്തിൽ പോകും. അതുപോലെ തന്നെയാണ് നോഹയുടെ കാലത്ത് പണിത പെട്ടകത്തിൽ കയറിയവർ രക്ഷപ്പെട്ടത് എന്താ? അകത്തും പുറത്തും കീലുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രമാണം പ്രസംഗിക്കുന്ന ദൈവദാസന്മാരുണ്ട്, ഉപദേശം പ്രസംഗിക്കുന്ന ദൈവദാസന്മാരുണ്ട്, വേർപാടും വിശുദ്ധിയും പ്രസംഗിക്കുന്ന ദൈവദാസന്മാരുണ്ട്. അങ്ങനെയുള്ള ദൈവദാസന്മാരുമായിട്ട് നിങ്ങൾ കൂട്ടായ്മ ആചരിക്കണം. അല്ലാത്ത മായാവിലാസങ്ങളിൽ നടക്കുന്നവരുടെ കൂടെയൊന്നും ദൈവമില്ല. യഹോവയായ ദൈവം അവരെ അറിയുന്നില്ല. അകത്തും പുറത്തും കീല് തേക്കാൻ പറയുമ്പോൾ തോന്നിവാസം പണിയുന്നവന്റെ കൂടെ ഏത് ദൈവമാണ് നിൽക്കുന്നത്? ഇവിടെ ഭയത്തോടും വിറയലോടും കൂടിയാണ് നോഹ പെട്ടകം പണിതത്. ഭയത്തോടും വിറയലോടും കൂടിയാണ് മോശ സമാഗമന കൂടാരം പണിതത്. അങ്ങനെ തന്നെയാണ് ശലോമോനും പണിതത്. ഈ കാലഘട്ടത്തിലെ പണിക്കാര് അവർക്ക് തോന്നുന്ന പോലെ പണിയാൻ പറ്റുമോ? പറ്റത്തില്ല. അങ്ങനെയുള്ള ഏതെങ്കിലും പണികളിൽ ആരെങ്കിലും രസിക്കുന്നുണ്ടെങ്കിൽ അത്തരം രസിക്കുന്നവർ ആ പണിയൊക്കെ നിർത്തി അകത്തും പുറത്തും കീല് തേക്കാൻ നോക്കുക. പ്രമാണത്തിലേക്ക് മടങ്ങി വരിക, വചനത്തെങ്കിൽ ഉറക്കുക, ദൈവത്തെ ഭയപ്പെടുക. അത്തരം പണിക്കാരോട് കൂടെ ചേർന്ന് നടക്കുന്ന, അതിൽ രസിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അത്തരക്കാർ ഇത്തരക്കാരെ വിട്ടുപോരുവിൻ. യഹോവയുടെ വിശുദ്ധ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ, അത്തരക്കാരെയെല്ലാം വിട്ടുപോരുവിൻ. കീല് തേക്കാൻ മറന്നുപോയവർ, ചട്ടവും പ്രമാണവും മനസ്സിലാക്കാത്തവർ, അത്തരക്കാരിൽ നിന്നൊക്കെ അകന്ന് സൂക്ഷിച്ചുകൊള്ളുക. ഇസ്രായേലിലെ പുരോഹിതന്മാർക്ക് പ്രമാണം കൊടുത്തപ്പോൾ എന്താ പറഞ്ഞേ? ശവത്തോട് അടുക്കരുത്, ശവത്തെ തൊടരുത് എന്നൊക്കെയാ പറഞ്ഞത്. എന്ന് പറഞ്ഞ് എന്താ കാണിക്കുന്നത്? ആത്മീയമായി മരിച്ചു കിടക്കുന്ന ജഡികന്മാരോട് കൂടെയുള്ള കൂട്ടുകെട്ടുകളൊക്കെ അവസാനിപ്പിച്ച് വിശുദ്ധന്മാരോടുകൂടെ ആത്മാവിൽ ജീവിക്കുന്നവരോട് കൂടെ ചേർന്ന് നടക്കുക. ഇല്ലെങ്കിൽ കൈമോശം വരാൻ സാധ്യതയുണ്ട്. അതാണ് അതിന്റെ സൂചന. അന്നും ഇന്നും ഒക്കെ അങ്ങനെ തന്നെയാണ്. യഹോവയുടെ വിശുദ്ധ ഉപകരണങ്ങളെ ചുമക്കുന്നവന്റെ വിശുദ്ധന്മാര് ഈ കാര്യങ്ങൾ സൂക്ഷിക്കണം, ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. വളരെ സമയം മുൻപോട്ട് പോയി, വലിയൊരു യാത്രയ്ക്ക് വേണ്ടിയ സജ്ജീകരണത്തിലാണ് ഞാൻ. അതുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ 2024 അവിടെ നിന്ന് ആയുസ്സും ആരോഗ്യം നൽകിയാൽ വീണ്ടും നമുക്ക് മുഖതാവിൽ കാണാം. ന്യൂസിലാൻഡിലെ സഭയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അഭിമാനത്തോടെ, വളരെ അഭിമാനത്തോടെ പെട്ടകം പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന അവിടുത്തെ വിശുദ്ധന്മാരെയും അതുപോലെ അകത്തും പുറത്തും കീല് തേക്കണമെന്നുള്ള നിർബന്ധവും ശാഠ്യമുള്ള ശുശ്രൂഷകരെ ഓർത്ത് ദൈവസന്നിധിയിൽ നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുകയാണ്. ആ വെള്ളക്കാരുടെ നാട്ടിൽ നമ്മുടെ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ച ആത്മീയ സത്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് വെള്ളക്കാരന്റെ വഴിക്ക് ഒഴുകിപ്പോകാനല്ല, ഓന്നിവാസം സഞ്ചരിക്കാനല്ല, അവിടെ ഇങ്ങനെയാണല്ലോ ഇവിടെ ഇങ്ങനെയാണല്ലോ എവിടെ അങ്ങനെയാണെന്നുള്ളതല്ല. നമുക്ക് ലഭിക്കപ്പെട്ട വെളിപ്പാടിൽ നിന്നുകൊണ്ട് പെട്ടകം പണിയണം. അനേകരുടെ ജീവനിട്ട് കളിക്കരുത്. ഈ പെട്ടകത്തിൽ കയറുന്നവരുടെ ജീവനിട്ട് കളിക്കാനുള്ളതല്ല. ഇതിനകത്ത് കയറുന്ന ഓരോരുത്തർക്കും ആ സംരക്ഷണം ലഭിക്കണം. അതിൽ ശുശ്രൂഷകർക്ക് ഉത്തരവാദിത്വമുണ്ട്. അകത്തും പുറത്തും കീല് തേക്കേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് വളരെ ജാഗ്രതയിലായിരിക്കണം. ലേവ്യ പുസ്തകത്തിൽ പറയുന്ന പോലെ നിങ്ങൾ എൻ്റെ പ്രമാണങ്ങളെ നിസ്സാരമാക്കരുത്. നിസ്സാരമാക്കിയാൽ പാപം വരും. അതിനോട് ചേർന്ന് മരണം കടന്നു വരും. മരണം 2023 ഒടുവിൽ വളരെ സീരിയസ് ആയി പറയട്ടെ, നിങ്ങൾ എൻ്റെ പ്രമാണങ്ങളെ നിസ്സാരമാക്കരുത്. നിങ്ങൾക്ക് ബോധിച്ചതുപോലെ പെട്ടകം പണിയരുത്. നിങ്ങൾക്ക് ബോധിച്ച ഏതെങ്കിലും ക്രിസ്തുവിനെ പ്രസംഗിച്ചാൽ പോരാ. നസറായനായ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കണം. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കണം. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ പ്രസംഗിച്ച അപ്പോസ്തലന്മാരുടെ വഴിയിൽ നടന്ന് പ്രസംഗിക്കണം.
ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടവും പിൻവരുന്ന മഹിമയും. പ്രയോജനമുള്ളത് ഒന്നും മറച്ചു വെക്കരുത്. കൃത്യമായി വ്യവസ്ഥയ്ക്കനുസരിച്ച് ദൈവവചനം ഘോഷിക്കണം. അങ്ങനെ തന്നെയായിരിക്കണം. തിമോത്തിയോസേ, ദൈവവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കണം, യഥാർത്ഥമായി ഡിവൈഡ് ചെയ്യണം. ജീവന് പകരം മരണം കടന്നു വരരുത്. ജീവന് പകരം മരണം കടന്നു വരരുത്. അതുകൊണ്ട് 2024 നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു പുഷ്ടിയും പ്രോസ്പെറിറ്റി ഉണ്ടാകട്ടെ. മറ്റേ പുള്ളികളൊക്കെ ഈ 31-ാം തീയതി പറയാൻ പോകുന്ന വാക്ക് ഞാൻ അഡ്വാൻസ് ചെയ്ത് പറയാണ്. 2024 നമുക്ക് പ്രോസ്പെറിറ്റിയുടെ വർഷമായി തീരട്ടെ. ശരിയായില്ലോ? 2024 നമ്മുടെ ജീവിതത്തിൽ പ്രോസ്പെറിറ്റിയുടെ വർഷമായി തീരട്ടെ, സമൃദ്ധിയുടെ വർഷമായി തീരട്ടെ, അഭിവൃദ്ധിയുടെ വർഷമായി തീരട്ടെ. സകല നിലകളിലും വാരി വിതറാൻ പാകത്തിന് നമ്മുടെ പാണ്ഡികശാലകൾ നിറഞ്ഞു കവിയട്ടെ. പാണ്ഡികശാലകൾ, നമ്മുടെ കളപ്പുര നിറഞ്ഞു കവിയട്ടെ. കഴിഞ്ഞ നാളുകളിൽ തുള്ളനും വെട്ടുക്കിളിയൊക്കെ വല്ലതും തിന്നു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം മടക്കി തരട്ടെ. പാണ്ഡികശാല നിറയട്ടെ. എന്താ ക്രിസ്തുവിന് വരേണ്ടി കഷ്ടവും പിൻവരുന്ന മഹിമയൊക്കെ അതൊക്കെ ധ്യാനിച്ചും ആസ്വദിച്ചും സന്തോഷിച്ചും നമുക്ക് ആത്മാവിൽ മുന്നേറാം. മുന്നേറ്റത്തിന്റെ വർഷമായി തീരട്ടെ. 2024 ഉദിച്ചില്ലെങ്കിലും വേണ്ടില്ല, 23-ന്റെ ഒടുക്കം പൂർത്തിയാക്കിയില്ലെങ്കിലും വേണ്ടില്ല, നമ്മുടെ കർത്താവ് ഒന്ന് വന്നാൽ മതി. ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ, ഈ വല്ലാത്ത ലോകത്ത്, ഈ ദുഷ്ടലോകത്തുനിന്ന് തൻ്റെ സഭയൊന്ന് എടുക്കപ്പെട്ടാൽ മതി. കാഹളം ധരിക്കാൻ കാലമായ കാലത്ത് സഹോദരങ്ങളെ നമുക്ക് ആവലോടെ ഞെരക്കത്തോടെ കാത്തിരിക്കാം നമ്മുടെ കർത്താവിനെ എതിരേൽപ്പാൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.